Hi, welcome back to particle physics. നമ്മൾ ഇതുവരെ ചെയ്തതിൽ ഡിസ്കസ് ചെയ്യാതെ വിട്ടുപോയ ഒരു ടോപ്പിക്കാണ് യുക്കാവാസ് തിയറി ഓഫ് ദ സ്ട്രോങ് ഫോഴ്സ്. ഓക്കെ, ഇപ്പോൾ നോർമലി അത് നമ്മൾ സിലബസിൽ കവർ ചെയ്യാറില്ലെങ്കിലും ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദിച്ചായിട്ട് കണ്ടിട്ടുണ്ട്. സോ ലെറ്റ്സ് ജസ്റ്റ് have a brief look at the Yukawa's theory of strong force, and then we'll do a few more problems before concluding our session. Okay. യുക്കാവാസ് തിയറി ഓഫ് സ്ട്രോങ് ഫോഴ്സ് എന്ന് പറയുന്നതാണ്. ഈ ക്വാണ്ടം ഇലക്ട്രോഡൈനാമിക്സ് പ്രകാരം നമുക്കറിയാം പാർട്ടിക്കിൾ ഫിസിക്സിൻ്റെ ബേസിക് തിയറി എന്ന് പറയുന്നത് ക്വാണ്ടം ഫീൽഡ് തിയറിയാണ്. അപ്പോൾ ഈ ക്വാണ്ടം ഫീൽഡ് തിയറിയുടെ ക്വാണ്ടം ഫീൽഡ് തിയറി ഉപയോഗിച്ചാണ് നമ്മൾ ഈ സ്റ്റാൻഡേർഡ് മോഡലിൻ്റെ തിയറീസ് ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിലാദ്യം ഡെവലപ്പ് ചെയ്ത് ക്വാണ്ടം ഇലക്ട്രോഡൈനാമിക്സ് ആണ്. ആദ്യം ഡെവലപ്പ് ചെയ്ത തിയറി എന്ന് പറയുന്നത് ക്വാണ്ടം ഇലക്ട്രോഡൈനാമിക്സ്, നമ്മൾ QED എന്ന് പറയും. ഇറ്റ്സ് വൺ ഓഫ് ദ മോസ്റ്റ് സക്സസ്ഫുൾ തിയറീസ് ഇൻ ഓൾ ഓഫ് സയൻസ്. ഓക്കെ, അപ്പോൾ ഈ ക്വാണ്ടം ഇലക്ട്രോഡൈനാമിക്സ് ആദ്യമായിട്ട് വന്നപ്പോൾ നമ്മൾ ഗേജ് പ്രിൻസിപ്പിളിനെ കുറിച്ച് പറഞ്ഞിരുന്നു ആദ്യം. അപ്പോൾ ഈ ഗേജ് പ്രിൻസിപ്പിളിൻ്റെ ബേസിക് ഐഡിയ ഇതാണ്. ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് ക്യാരിഡ് ബൈ വെർച്വൽ ഫോട്ടോൺസ്. ഓക്കെ, ക്യാരിഡ് ബൈ വെർച്വൽ ഫോട്ടോൺസ്. അപ്പോൾ ഇത് QED എന്ന് പറഞ്ഞ തിയറി മുന്നോട്ട് വയ്ക്കപ്പെട്ടു, സക്സസ്ഫുൾ ആണെന്ന് കണ്ടു. അതുപോലെ ഇലക്ട്രോവീക്കും ന്യൂക്ലിയറിൻ്റെ ക്വാണ്ടം കോമോഡൈനാമിക്സും ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നതിന് മുൻപുള്ള ഒരു കാര്യമാണ് നമ്മൾ ഈ പറയുന്നത്. Right. So virtual photons. അപ്പോൾ അതായത് ഇപ്പോൾ രണ്ട് ഇലക്ട്രോൺസ് തമ്മിലുള്ള ഇൻറ്ററാക്ഷൻ കാണിക്കണമെങ്കിൽ there are two electrons coming. Okay, you can take this as the direction of time. There are two electrons coming and then they exchange a photon. Alright, ഇതിനെ ഈ ഇത്തരത്തിലുള്ള ഡയഗ്രംസിനെ നമ്മൾ ഫൈൻമാൻ ഡയഗ്രംസ് എന്ന് പറയും. ഫൈൻമാൻ ഡയഗ്രംസ് നോർമലി ഈ പ്രോസസ്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഈ ഒരു പ്രോസസ്സിനുള്ള ആംപ്ലിറ്റ്യൂഡ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളൊരു വിഷ്വൽ ടൂൾ കൂടിയാണ്. അതായത് ഇപ്പോൾ ഇതിൽ വരയ്ക്കുന്ന ഓരോ ലൈനിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഉണ്ട്. അപ്പോൾ അതെല്ലാം ഒരുമിച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ സ്ക്വയർ എടുക്കുകയാണെങ്കിൽ നമുക്ക് സ്കാറ്ററിങ്ങിനുള്ള പ്രോബിലിറ്റി കിട്ടും. റൈറ്റ്, സോ ദാറ്റ്സ് ഹൗ ഇറ്റ് വർക്ക്സ്. ഇതിനാണ് നമ്മൾ ഫൈൻമാൻ ഡയഗ്രം എന്ന് പറയുന്നത്. ഈ കേളി ലൈൻ ഇവിടെ ഫോട്ടോൺ ആണ്. അപ്പോൾ ഇത് വളരെ റഫായിട്ട് പറയുകയാണെങ്കിൽ this actually shows that the force between two electrons, or that the scattering of two electrons is carried by the photon. Right, അല്ലെങ്കിൽ അതിൻ്റെ ഇടയിലുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് ഈ ഫോട്ടോൺ ആണ് ക്യാരി ചെയ്യുന്നത്. റൈറ്റ്, നമ്മൾ ഇന്നത്തെ സ്റ്റാൻഡേർഡ് മോഡൽ എടുത്ത എല്ലാ തിയറീസും ഈ മോഡലിലുള്ള തന്നെയാണ്. ഇത്തരം ബോസോൺസിന്, ഇത് ബോസോൺസ് ആണ് യൂഷ്വലി ഫോഴ്സ് ക്യാരിങ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. ഇത്തരം ബോസോൺസിനെ നമ്മൾ ഗേജ് ബോസോൺസ് എന്ന് വിളിക്കും. റൈറ്റ്, ഇപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സിന് കറസ്പോണ്ട് ചെയ്യുന്ന ഗേജ് ബോസോൺ അല്ലെങ്കിൽ ക്വാണ്ടം ഇലക്ട്രോഡൈനാമിക്സിലെ ഗേജ് ബോസോൺ എന്ന് പറയുന്നത് ഫോട്ടോണാണ്. അതേസമയം ഇലക്ട്രോവീക്ക് തിയറി നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൽ 4 ഗേജ് ബോസോൺസ് ഉണ്ട്. ഫോട്ടോൺ, അതുപോലെ W+ ആൻഡ് W- ബോസോൺസ്, അതുപോലെ തന്നെ Z ബോസോൺ. അതായത് നമ്മൾ വീക്ക് ഇൻട്രാക്ഷൻ മാത്രമാണ് എടുക്കുന്നതെങ്കിൽ അവിടെ 3 ബോസോൺസ് ആണുള്ളത്, W+- ആൻഡ് Z. ക്വാണ്ടം കോമോഡൈനാമിക്സ് എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇന്നത്തെ സ്ട്രോങ് ഇൻട്രാക്ഷൻ്റെ ഫണ്ടമെൻ്റൽ തിയറി എന്ന് പറയുന്നത് ക്വാണ്ടം കോമോഡൈനാമിക്സ് ആണ്. അവിടുത്തെ ഗേജ് പാർട്ടിക്കിൾസിനെ, ഗേജ് ബോസോൺസിനെ ഗ്ലൂവോൺസ് എന്നാണ് വിളിക്കുന്നത്. റൈറ്റ്, ഇനി ഇതിന് വെർച്വൽ എന്ന് പറയാൻ കാരണം ദേ എക്സിസ്റ്റ് ഓൺലി ഫോർ ടൈം ഇൻ്റർവെൽസ് അലൗഡ് ബൈ ദ എനർജി ടൈം അൺസർട്ടൻറ്റി റിലേഷൻ. റൈറ്റ്, അപ്പോൾ ഇത് എങ്ങനെയാണ് ഇലക്ട്രോൺ പെട്ടെന്നൊരു ഫോട്ടോണിനെ എമിറ്റ് ചെയ്യുന്നത് എന്നുള്ള ചോദ്യം. ഓക്കെ, അപ്പോൾ ദീസ് ഫോട്ടോൺസ് ആർ ആക്ച്വലി വെർച്വൽ ഫോട്ടോൺസ്. ദിസ് കനോട്ട് ബി ഡിറ്റക്റ്റഡ് ഡയറക്റ്റ്ലി. ഈ ഫോട്ടോൺസ് നമുക്ക് ഡയറക്റ്റ്ലി ഡിറ്റക്റ്റ് ചെയ്യാൻ കഴിയില്ല. ഓക്കെ, നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ കഴിയുന്നതിനേക്കാളും വേഗം തന്നെ അത് വീണ്ടും ഇവിടെ അബ്സോർബ് ആവും. അപ്പോൾ അതുകൊണ്ട് തന്നെ വെർച്വൽ ഫോട്ടോൺ എന്ന് പറയും. പക്ഷേ ഇൻഡയറക്റ്റ് ആയിട്ട് ഇതിൻ്റെ എഫക്റ്റ്, ഈ ഫോട്ടോൺസിന് ചുറ്റുമുള്ള ഇതിൻ്റെ എഫക്റ്റ് നമുക്ക് വേറെ പല രീതിയിലും മെഷർ ചെയ്തെടുക്കാൻ കഴിയും. ബട്ട് ഡയറക്റ്റ്ലി യു കനോട്ട് ഒബ്സർവ് ദിസ് ഫോട്ടോൺ. ഓക്കെ, അതുകൊണ്ട് തന്നെ വെർച്വൽ ഫോട്ടോൺ എന്നാണ് പറയുന്നത്. റൈറ്റ്, ആൻഡ് ദേ എക്സിസ്റ്റ് ഓൺലി ഫോർ ടൈം ഇൻ്റർവെൽസ് അലൗഡ് ബൈ ദ എനർജി ടൈം അൺസർട്ടൻറ്റി റിലേഷൻ. നമുക്ക് എനർജി ടൈം അൺസർട്ടൻറ്റി റിലേഷൻ എന്ന് പറഞ്ഞ റിലേഷൻ ഉണ്ട്. ഓക്കെ, നമ്മൾ വളരെ റഫായിട്ട് അതിൻ്റെ ബേസിക് ഐഡിയ മാത്രം കൺവേ ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ എനർജി ടൈം അൺസർട്ടൻറ്റി റിലേഷൻ എന്ന് പറയുന്നത് ∆T മൾട്ടിപ്ലൈഡ് ബൈ E = h/2π. ഓക്കെ, അപ്പോൾ ഒരു ഫോട്ടോൺ E എന്നുള്ള എനർജി നമുക്ക് E എന്നുള്ള എനർജി ഒരു ഫോട്ടോൺ അത് ഡിറ്റക്റ്റ് ചെയ്യണമെങ്കിൽ ഇറ്റ് മസ്റ്റ് എക്സിസ്റ്റ് ഫോർ അറ്റ്ലീസ്റ്റ് ദ ടൈം ∆T. ∆T എന്നുള്ള ടൈമിനേക്കാളും കൂടുതൽ സമയം നിലനിന്നാൽ മാത്രം നമുക്ക് അതിനെ ഒബ്സർവ് ചെയ്യാൻ കഴിയുകയുള്ളൂ. Alright, so this is the energy time uncertainty relation. Alright, we will be using this. നിങ്ങൾ പല സിറ്റുവേഷൻസിലും ഈ എനർജി ടൈം അൺസർട്ടൻറ്റി റിലേഷൻ ഒക്കെ കണ്ടിട്ടുണ്ടാകും. നമ്മളിവിടെ അതിൻ്റെ പല സിമ്പിളായിട്ടുള്ള ആപ്ലിക്കേഷൻസും കണ്ടിട്ടുണ്ട്. അതുപോലെ ഒരു ചെറിയ ആപ്ലിക്കേഷനാണ് നമ്മളിവിടെ യുക്കാവാസ് തിയറിയിലും ഉപയോഗിക്കുന്നത്. Okay, അപ്പോൾ a resting charge does not emit ordinary photons but virtual photons. They exist for only as long as the uncertainty principle permits them to exist without being detected. All right, so it's all these quantum mechanical loopholes that allows a rich
variety of phenomena in the particle world. ഓക്കെ, ഇനി നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സിൻ്റെ റേഞ്ചും നമ്മളൊരു ഫോഴ്സിന് ഞാൻ പറഞ്ഞു ഫോഴ്സ് എന്ന് പറയുന്നത് ഫോഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് ദർ ആർ ക്യാരിങ് പാർട്ടിക്കിൾസ്, ഫോഴ്സ് ക്യാരിങ് പാർട്ടിക്കിൾസ്, റൈറ്റ്, ഓർ ഗേജ് ബോസോൺസ്. വി കോൾ ദം ആസ് ഗേജ് ബോസോൺസ്. റൈറ്റ്, ഇനി ഗേജ് ബോസോണിൻ്റെ മാസും ഈ ഫോഴ്സിൻ്റെ റേഞ്ചും തമ്മിൽ ഡയറക്റ്റായിട്ട് ഒരു റിലേഷൻ ഉണ്ട്. അതായത് മാസ്ലെസ് ആയിട്ടുള്ള ബോസോൺസ് ആണെങ്കിൽ ഈ ഫോഴ്സിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് ആയിരിക്കും. മാസ്ലെസ് ബോസോൺ ആണെങ്കിൽ ഫോഴ്സിൻ്റെ റേഞ്ച് ഇൻഫിനിറ്റ് ആയിരിക്കും. നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് എടുക്കുകയാണെങ്കിൽ അവിടെ ഫോട്ടോൺ മാസ്ലെസ് ആണ്. മാസ്ലെസ് ഫോട്ടോൺ ആയതുകൊണ്ട് തന്നെ ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സിൻ്റെ റേഞ്ച് ഇൻഫിനിറ്റ് ആയിരിക്കും നമുക്കറിയാം. നിങ്ങൾ വെറുതെ കൂളംസിലും എടുത്ത് നോക്കിയാൽ തന്നെ ഇത് കാണാം. Q1 Q2 divided by R square, right? So it's proportional to Q1 Q2 divided by R square. So the force becomes really zero only at R equal to infinity. അതാണ് ഇൻഫിനിറ്റ് റേഞ്ച് ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത്. റൈറ്റ്, ഇതേപോലെ തന്നെയാണ് ഗ്രാവിറ്റി. ഇനി ഗ്രാവിറ്റിയുടെ ക്യാരിയേഴ്സ് ആയിട്ടുള്ള ഗ്രാവിറ്റോൺസ് ബേസ് ചെയ്ത് നമ്മളൊരു തിയറി എന്തെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ അങ്ങനെയുള്ള സജഷൻസ് ഉണ്ട്. ദീസ് ഗ്രാവിറ്റോൺസ് ഓൾസോ വിൽ ബി മാസ്ലെസ്. ഓക്കെ, അതേസമയം നമ്മൾ വീക്ക് ഫോഴ്സ് എടുക്കുകയാണെങ്കിൽ യുൽ സീ ദാറ്റ് വീക്ക് ഫോഴ്സ് ഹാവ് സ്മോൾ റേഞ്ച്. ഓക്കെ, വീക്ക് ഫോഴ്സ് ആർ ഷോർട്ട് റേഞ്ച്. Alright, and this is because the gauge bosons of weak force are massive. Okay, this means massive bosons. Alright, അപ്പോൾ ഇങ്ങനെയൊരു ഡയറക്റ്റ് ആയിട്ടുള്ള റിലേഷൻ ഉണ്ട്. ഓക്കെ, ഇനി ശരിക്കും നമ്മൾ പിന്നീട് നമ്മൾ ഡീപ്പായിട്ടുള്ള തിയറിയിലേക്ക് എത്തുമ്പോൾ ക്വാണ്ടം ക്രോമോഡൈനാമിക്സ് ആണ് ഫണ്ടമെൻ്റൽ തിയറി. യുക്കാവാസ് തിയറി എന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കലി മുൻപ് ഡെവലപ്പ് ചെയ്യപ്പെട്ട ഒരു തിയറിയാണ്. ക്വാണ്ടം ഇലക്ട്രോഡൈനാമിക്സ് പോലെ തന്നെ ന്യൂക്ലിയർ ഫോഴ്സിനെ വിശദീകരിക്കാൻ വേണ്ടി ഡെവലപ്പ് ചെയ്ത തിയറിയാണ് യുക്കാവാസ് തിയറി എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ക്വാണ്ടം ക്രോമോഡൈനാമിക്സിലേക്ക് എത്തുമ്പോൾ അവിടെ ഗ്ലൂവോൺസ് എന്ന് പറയുന്നത് മാസ്ലെസ് തന്നെയാണ്. ഗ്ലൂവോൺസ് മാസ്ലെസ് ആണ്. പക്ഷേ അവിടെ എന്താണ് നമ്മുടെ സ്ട്രോങ് ഫോഴ്സ് എന്ന് പറയുന്നത് അപ്പോഴും ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ തന്നെ കൺഫൈൻഡ് ആണ്. ബട്ട് സ്റ്റിൽ ഗ്ലൂവോൺസ് ആർ മാസ്ലെസ്. റൈറ്റ്, സോ സ്ട്രോങ് ഫോഴ്സ് ഇസ് ആക്ച്വലി ഓഫ് എ ഫൈനൈറ്റ് റേഞ്ച്, ഓഫ് എ സ്മോൾ റേഞ്ച്. ഓക്കെ, ബട്ട് ദ ആക്ച്വൽ ഫോഴ്സ് ക്യാരിങ് പാർട്ടിക്കിൾസ് ഗ്ലൂവോൺസ് ആർ മാസ്ലെസ്. റൈറ്റ്, ആൻഡ് അവിടെ ഈ എന്താണ് ഷോർട്ട് റേഞ്ചിന് കാരണമായിട്ട് വരുന്നത് വേറെ കുറച്ച് കാര്യങ്ങളാണ്. എന്താണ് കൺഫൈൻമെൻറ്റ്, ഓക്കെ, ക്വാർക്ക് കൺഫൈൻമെൻറ്റ് എന്നിങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകണ്ട. ബേസിക്കലി നമ്മൾ പറയുന്നത് ഈ ഫോഴ്സ് ക്യാരിങ് പാർട്ടിക്കിൾസ് മാസീവ് ആണെങ്കിൽ, ഓക്കെ, ഫോഴ്സ് ക്യാരിങ് പാർട്ടിക്കിൾസ് മാസീവ് ആണ്. ഈ കാര്യം ശരിയാണ്. ഈ കറസ്പോണ്ടൻസ് ഒരു സൈഡിലേക്ക് കറക്റ്റാണ്. ഇഫ് ദ ഫോഴ്സ് ക്യാരിങ് പാർട്ടിക്കിൾസ് ആർ മാസീവ് ദെൻ ദ ഫോഴ്സ് വിൽ ഹാവ് എ ഫൈനൈറ്റ് റേഞ്ച്. ഓക്കെ, സോ ലെറ്റ്സ് ജസ്റ്റ് സ്റ്റേറ്റ് ദാറ്റ് തിങ്. ഇഫ് ഫോഴ്സ് ക്യാരിങ്, if gauge bosons are massive, this implies, okay, ഇങ്ങോട്ടുള്ള ആരോ ഇടുന്നില്ല, it implies to one direction. If gauge bosons are massive, this implies that force is finite, of finite range. Okay, of finite range. Okay, forces of finite range. All right. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഫോട്ടോൺസിന് സീറോ റെസ്റ്റ് മാസ് ഉണ്ടാവണമെന്ന് പറഞ്ഞത്. കാരണം വി ആർ ട്രൈങ് ടു ഡിസ്ക്രൈബ് ഫോഴ്സ് ദാറ്റ് ഹാസ് എ ഫൈനൈറ്റ് റേഞ്ച്. അതേസമയം നമ്മൾ സ്ട്രോങ് ഫോഴ്സ് നോക്കുകയാണെങ്കിൽ ഇറ്റ് ഹാസ് എ ഫൈനൈറ്റ് റേഞ്ച്. സ്ട്രോങ് ഫോഴ്സിനും ഫൈനൈറ്റ് റേഞ്ച് ഉണ്ട്. റൈറ്റ്, അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്ന സ്ട്രോങ് ഫോഴ്സ് എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സ്ട്രോങ് ഫോഴ്സ് എന്ന് പറയുന്നത് ന്യൂക്ലിയോൺസിൻ്റെ ഇടയിലുള്ള ഫോഴ്സാണ്. ഫോഴ്സ് ബിറ്റ്വീൻ ന്യൂക്ലിയോൺസ്. റൈറ്റ്, ക്വാണ്ടം ക്രോമോഡൈനാമിക്സിൽ ഡിസ്ക്രൈബ് ചെയ്യുന്ന സ്ട്രോങ് ഫോഴ്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് മോർ ഫണ്ടമെൻ്റൽ. ഇറ്റ്സ് ബിറ്റ്വീൻ ക്വാർക്സ്, ന്യൂക്ലിയോൺസിൻ്റെ ഉള്ളിലുള്ള പാർട്ടിക്കിൾസിൻ്റെ ഇടയിലുള്ള ക്വാർക്സിൻ്റെ ഇടയിലുള്ള ഫോഴ്സിനെയാണ് സ്ട്രോങ് ഫോഴ്സ് നമ്മൾ ക്വാണ്ടം ക്രോമോഡൈനാമിക്സിൽ വിളിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു ക്വാർക്സിൻ്റെ ഇടയിലുള്ള ഫോഴ്സിൻ്റെ ലെഫ്റ്റ് ഓവർ ഫോഴ്സ് ആയിട്ടാണ് ഇന്ന് നമ്മൾ ന്യൂക്ലിയോൺസിൻ്റെ ഇടയിലുള്ള ഫോഴ്സിനെ മനസ്സിലാക്കുന്നത്. ഓൾറൈറ്റ്, പക്ഷേ അതിന് മുമ്പ് യുക്കാവയുടെ തിയറി വന്ന സമയത്ത് ഇത്തരം ഡീറ്റെയിൽസ് അറിയില്ലായിരുന്നു. അപ്പോൾ നമുക്ക് തൽക്കാലം അറിയാവുന്ന ഒരു കാര്യം ന്യൂക്ലിയോൺസിൻ്റെ ഇടയിലുള്ള ഫോഴ്സിനൊരു ഫൈനൈറ്റ് റേഞ്ചാണ് ഉള്ളതെന്നാണ്. Alright, so beyond a certain distance it drops sharply to zero. It goes immediately to zero. Right, നമ്മൾ ന്യൂക്ലിയസിൻ്റെ പുറത്തേക്ക് പോവുകയാണെങ്കിൽ you see that the nuclear force goes to zero, okay, disappears. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് സജസ്റ്റബിൾ ആയിട്ടുള്ള കാര്യം, അല്ലെങ്കിൽ യുക്കാവ മനസ്സിലാക്കിയ ഒരു കാര്യം, one can what is a guess that the particles which transfer the strong force have rest masses which differ from zero. Alright, അപ്പോൾ ഈ സ്ട്രോങ് ഫോഴ്സിന് ഇടയിലുള്ള പാർട്ടിക്കിൾസ് എന്ന് പറയുമ്പോൾ സ്ട്രോങ് ഫോഴ്സ്, we should need a qualification here, strong force between nucleons. Okay, between nucleons, not between quarks but between nucleons.
Okay, now I hope this is clear. Now since they possess a finite mass, they cannot carry an infinitely small energy over an infinite distance. Okay, അപ്പോൾ ഇതിൻ്റെ മിനിമൽ എനർജി എന്ന് പറയുന്നത്, റൈറ്റ്, സോ ഇതിൻ്റെ മിനിമൽ എനർജി എന്ന് പറയുന്നതാണ് ഇതിൻ്റെ റെസ്റ്റ് മാസ് എന്ന് പറയുന്നത്. അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എനർജി ടൈം അൺസർട്ടനിറ്റി റിലേഷൻ ഉപയോഗിച്ചാണ്, റൈറ്റ്. സോ ലെറ്റ്സ് സേ ദാറ്റ് അതായത് ലെറ്റ്സ് സേ ദാറ്റ് ഇറ്റ് ഹാസ് എ ലൈഫ് ടൈം ഡെൽറ്റ ടി. ഇറ്റ് ഹാസ് എ ലൈഫ് ടൈം ഡെൽറ്റ ടി, റൈറ്റ്. ഇനി ഇതിൻ്റെ മാക്സിമം റേഞ്ച് നമുക്ക് നോക്കാം. ഈ ഫോഴ്സിൻ്റെ മാക്സിമം റേഞ്ച് എന്ന് പറയുന്നത് എന്തായിരിക്കും? സപ്പോസ് ഇതിൻ്റെ ലൈഫ് ടൈം ഡെൽറ്റ ടി ആണെന്ന് കരുതുക. ഡെൽറ്റ ടി സമയം മാത്രം നിലനിൽക്കുള്ളൂ എന്ന് കരുതുക, റൈറ്റ്. അപ്പോൾ ഇതിൻ്റെ maximal range എന്ന് പറയുന്നത് we know that in the universe there is a speed limit and this speed limit is the speed of light. അപ്പോൾ എത്ര സ്പീഡ് സഞ്ചരിച്ചാലും അതിൻ്റെ മാക്സിമം സ്പീഡ് എന്ന് പറയുന്നത് പ്രകാശത്തിൻ്റെ വേഗതയാണ്, റൈറ്റ്. സോ പ്രകാശത്തിൻ്റെ വേഗത ഒരിക്കലും എക്സാക്റ്റ് ആയിട്ട് റീച്ച് ചെയ്യില്ല, ബട്ട് ലെറ്റ്സ് സേ ഇറ്റ് ക്യാൻ അപ്രോച്ച് ദ സ്പീഡ് ഓഫ് ലൈറ്റ്, ഓർ ലെറ്റ്സ് പുട്ട് the range of the force corresponding to the speed c. ഓക്കെ, അപ്പോൾ സി എന്നുള്ള സ്പീഡിൽ സഞ്ചരിക്കുകയാണെങ്കിൽ എത്ര ദൂരം അത് എത്തും എന്നുള്ളതാണ് അതിൻ്റെ റേഞ്ച് ആയിട്ട് നമ്മൾ എടുക്കുന്നത്. Alright, so what's the maximum distance it can travel before decaying? ഇനി നമ്മൾ റേഞ്ച് എന്ന് പറയുന്നത് R0 is equal to delta t multiplied by c, right. So R0 ആണ് നമ്മൾ സ്ട്രോങ് ഫോഴ്സിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് യുക്കാവാസ് ഇക്വേഷനാണ്, മാസിനുള്ള ഇക്വേഷനാണ്. ഇനി നമ്മൾ ഉപയോഗിക്കുന്നത് അൺസർട്ടനിറ്റി, എനർജി ടൈം അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളാണ്. എന്നിട്ട് ഈ എനർജിയെയാണ് നമ്മൾ ഇതിൻ്റെ മാസ്സായിട്ട് എടുക്കുന്നത്, റൈറ്റ്. So this is equal to h divided by 2pi. ഇനി ഡെൽറ്റ ടി എന്നുള്ളതിനൊക്കെ നമുക്ക് എന്ത് എഴുതാം? R0 divided by c എന്ന് എഴുതാം. R0 divided by c. Okay, R0 is the range. Alright, so you see that E is equal to h c by 2pi R0. Right, from here we see that E is equal to hc by 2pi R0. Alright, അപ്പോൾ ഇതിന് ക്യാരി ചെയ്യാവുന്ന മിനിമം എനർജിയാണ് നമ്മുടെ എന്താണ് ഹിഗ്സ് ബോസോൺ അല്ല, യുക്കാവാസ് ഇങ്ങനെ ഒരു ഇൻട്രാക്റ്റിംഗ് പാർട്ടിക്കിൾ ഉണ്ടെന്ന് അസ്യൂം ചെയ്യുകയാണെങ്കിൽ, റൈറ്റ്, ഒരു മാസീവ് പാർട്ടിക്കിളാണ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സിന് കാരണമായിട്ടുള്ളതെങ്കിൽ, ഓക്കെ, അതിൻ്റെ മിനിമം എനർജി എന്ന് പറഞ്ഞാൽ ഇതായിരിക്കണം അക്കോർഡിംഗ് ടു ദ എനർജി ടൈം അൺസർട്ടനിറ്റി റിലേഷൻ. ഇതിൻ്റെ മിനിമം എനർജി എന്ന് പറയുന്നത് ഈ മിനിമം എനർജിയെ തന്നെയാണ് നമ്മൾ മാസ് എന്ന് പറയുന്നത്. ഒരു പാർട്ടിക്കിളുടെ മിനിമം എനർജി എന്താണ്? ഇറ്റ്സ് മാസ്. ആക്ച്വലി ഇറ്റ്സ് mc², ബട്ട് ഇറ്റ്സ് ഡിഫൈൻഡ് ബൈ ഇറ്റ്സ് മാസ്. ഓക്കെ, ഒരു പാർട്ടിക്കിളിൻ്റെ മിനിമം എനർജി എന്ന് പറയുന്നത് ഇറ്റ്സ് ഡിഫൈൻഡ് ബൈ ഇറ്റ്സ് മാസ്, റൈറ്റ്. ഇനി മിനിമം എനർജിയെക്കാളും അത് മൂവ് ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ ഇറ്റ് ഗെറ്റ്സ് മോർ എനർജി. സോ ലെറ്റ്സ് കോൾ ദിസ് മിനിമം എനർജി ആസ് ദ മാസ് ഓഫ് ദ ഫോഴ്സ് ക്യാരിയിങ് പാർട്ടിക്കിൾ. അപ്പോൾ ഇതാണ് നമ്മുടെ യുക്കാവാസ് ഇക്വേഷൻ. m is equal to hc divided by 2pi r0. ഇനി h divided by 2pi എന്നുള്ളതിനെ you can write as h cos. So this becomes h cos c divided by r0. Alright, now these are constants, alright. So when you do problems, it's convenient to remember that h cos c has the value 197.32 MeV FM. FM is the femtometers, alright. FM is femtometers. So this is energy multiplied by distance. The units correspond to energy multiplied by distance. Okay, പിന്നെ ജനറലി നമ്മളൊരു റഫായിട്ടൊരു കാൽക്കുലേഷൻ നടത്തി നോക്കുകയാണ്. നമ്മുടെ ഓപ്ഷൻസിലെ ആൻസേഴ്സ് തമ്മിൽ വലിയ ഡിഫറൻസ് ഉണ്ടെങ്കിൽ യു ക്യാൻ അപ്രോക്സിമേറ്റ് ദിസ് ആസ് 200 MeV FM. ഓക്കെ, ഇത് 200 MeV FM ആയിട്ട് അപ്രോക്സിമേറ്റ് ചെയ്ത് കാൽക്കുലേഷൻ ചെയ്യുക. യു വിൽ ഗെറ്റ് വാട്ട് ഈസ് എ ആൻസർ, or you can get an estimate, an approximation to the correct answer, right. So in problems we will be using it as 200 MeV FM. Okay, let's go to the problems now. Theory part is complete. The recently discovered Higgs boson at the LHC experiment has a decay mode into a photon and a Z boson. Okay, so the Higgs boson can go into a photon and a Z boson. All right. If the rest mass of the Higgs and the Z boson are 125 GeV per c², this means that mc² will be 125 GeV, all right, and 90 GeV per c². So this is for the Z boson. These are the mass, the rest masses. And the decaying Higgs particle is at rest, all right. It's given that initially in the frame that we are looking at this process, Higgs boson is initially at rest. Okay, what's the energy of the photon? Approximately, what's the approximate value for the energy of the photon? Okay, അപ്പോൾ നമ്മളിവിടെ ഉപയോഗിക്കാൻ പോകുന്ന കാര്യം, ഒന്നാമത്തെ കാര്യം ഹിഗ്സ് ബോസോൺ റെസ്റ്റിലാണ്. ഓക്കെ, ഹിഗ്സ് ബോസോൺ റെസ്റ്റിലാണ്, റൈറ്റ്. അപ്പോൾ ഹിഗ്സ് ബോസോൺ റെസ്റ്റിലാണെന്ന് പറഞ്ഞാൽ നമുക്കിതിൻ്റെ ഫോർ മൊമെൻറ്റം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഫോർ
ഫോർ മൊമെൻറ്റം നമ്മൾ പി എച്ച് എന്നാണ് എഴുതുന്നത്. ഓക്കെ, ഫോർ മൊമെൻറ്റം ആകുമ്പോൾ അതിന് 4 കോമ്പോണൻറ്റ് ഉണ്ടാവും. 4 കോമ്പോണൻറ്റ്സ് എന്ന് പറയുന്നത് ഇതാണ്. പി ഈസ് ഈക്വൽ ടു അതിൻ്റെ 0th കോമ്പോണൻറ്റ് അല്ലെ ടൈം കോമ്പോണൻറ്റ് എന്ന് പറയുന്നത് ഇ ബൈ സി ആണ്. സ്പേസ് കോമ്പോണൻറ്റ്സ് എന്ന് പറയുന്നത് പി വെക്ടർ തന്നെയാണ്. അതായത് 3 സ്പേഷ്യൽ കോമ്പോണൻറ്റ്സ് ഉണ്ട്. യൂഷ്വലി പി എക്സ് പി വൈ പി സെഡ് എന്ന് പറയുന്ന പോലെ ഇത് 4 വെക്ടർ ആയതുകൊണ്ട് ഒരു എക്സ്ട്രാ കോമ്പോണൻറ്റും കൂടെ ഉണ്ട്. ടൈം കോമ്പോണൻറ്റ് അല്ലെങ്കിൽ 0th കോമ്പോണൻറ്റ് എന്ന് പറയുന്നത് ഇ ബൈ സി ആണ്. സോ എനർജി ഇൻ എ സെൻസ് ഇസ് ദ 0th കോമ്പോണൻറ്റ് ഓഫ് ഫോർ മൊമെൻറ്റ്. അപ്പോൾ എനർജി മൊമെൻറ്റത്തിനെയും കൂടെ ഒരൊറ്റ ക്വാണ്ടിറ്റിയുടെ കോമ്പോണൻറ്റ്സ് ആയിട്ട് നമ്മൾ ജനറലൈസ് ചെയ്ത് എടുക്കാൻ കഴിയും. അതാണ് സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയിൽ നമ്മൾ ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മൾ ഫോർ വെക്ടേഴ്സിനെ ഡിഫൈൻ ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ കാൽക്കുലേഷൻ എല്ലായിടത്തും സി ഈക്വൽ ടു 1 എന്ന് എഴുതും. സോ ഇറ്റ്സ് എ ബിറ്റ് ഡിഫിക്കൽട്ട് ടു കീപ് ട്രാക്ക് ഓഫ് ദ വാല്യൂസ് ഓഫ് സി. അപ്പോൾ ഇതിനെ നമ്മൾ നാച്ചുറൽ യൂണിറ്റ് സിസ്റ്റം എന്നാണ് പറയുക. ഓക്കെ, നാച്ചുറൽ യൂണിറ്റ് സിസ്റ്റം, അതായത് ഫണ്ടമെൻ്റൽ കോൺസ്റ്റൻസിൻ്റെ വാല്യൂസ് 1 ആയിട്ട് എടുത്തിട്ട് അതിൻ്റെ ടേംസിൽ ബാക്കിയുള്ള യൂണിറ്റ്സിനെ ഡിഫൈൻ ചെയ്യുന്നതാണ് നാച്ചുറൽ യൂണിറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി കാൽക്കുലേഷൻ കഴിയുമ്പോൾ ഡയമെൻഷണൽ അനാലിസിസ് വഴി സി ആഡ് ചെയ്ത് നമുക്ക് നമ്മുടെ ഫൈനൽ ആൻസറിലേക്ക് എത്താൻ കഴിയും. ഓക്കെ, സോ വിൽ ടേക്ക് സി ഈക്വൽ ടു 1. ദിസ് മീൻസ് ദാറ്റ് പി ഈസ് ഈക്വൽ ടു ഇ കൊമ പി വെക്റ്റർ, ദ എനർജി കൊമ ദ 3 components ഓഫ് മൊമെൻറ്റം. റൈറ്റ്, ഇനി നമ്മൾ ഹിഗ്സ് ബോസോണിന് ഈ 4 മൊമെൻറ്റം എഴുതുകയാണെങ്കിൽ, okay, Higgs boson four moment in the and the energy, what's the energy of the Higgs boson? It's given that the Higgs boson is at rest. All right, so when you say that the Higgs boson is at rest, this means that it has only energy mhc square. Okay, generally energy is gamma mc square. If it's at rest, then gamma is 1 and you have got E is equal to mc square. Equal to mc square ennulla rest energy ennu parayunnathu. Alright, now C equal to 1 at edukunnathunde you have got mh comma 0 because it's at rest. Okay, the momentum, the 3 momentum is 0 because it's at rest. I hope this is clear. Alright, okay, now pz, this is for the Z boson. It has, let's say it has energy Ez and momentum pz. Okay, p gamma, it has E gamma and p gamma. Alright, ഇനി നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? കണ്ടുപിടിക്കേണ്ടത് the energy of the photon. We need to find the energy of the photon. Alright, energy of the photon. അപ്പോൾ ഈ energy of the photon നമ്മൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഈ 4 വെക്ടർ കാൽക്കുലേഷൻ ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ ഇത് ചെയ്യാം. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഇതിൻ്റെ 3 മൊമെൻറ്റം 0 ആണ് അല്ലേ? 3 മൊമെൻറ്റം 0 ആണ്. അപ്പോൾ ഈ ടേംസിനെ കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ, ഇഫ് യു റൈറ്റ് എൻ ഇക്വേഷൻ വേർ ദീസ് ടേംസ് ക്യാൻ ബി മൾട്ടിപ്ലൈഡ്, അങ്ങനെയാണെങ്കിൽ പി ഗാമ വെക്ടർ എന്നുള്ളത് ഫ്രീ ആയിട്ട് നമ്മുടെ ഇക്വേഷനിൽ നിന്ന് ഒഴിവായി പോകും. Right, one unknown, it will be completely gone from our equation. Right, അപ്പോൾ അതിനെ ഒരുമിച്ച് കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് എവിടെയാണ്? വി ക്യാൻ സ്റ്റാർട്ട് വിത്ത് ദ 4 momentum conservation. 4 momentum is conserved in all interactions. Okay, 4 momentum conservation. Okay, now 4 momentum conservation എന്ന് പറയുന്നത് initial 4 momentum has to be equal to the finite 4 momentum. So ph equal to pz plus p gamma. Alright, this is our 4 momentum conservation. These are 4 momenta. ഇനി ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, പി എച്ച് മൈനസ് പി ഗാമ ഇസ് ഈക്വൽ ടു പി സെഡ്. പി എച്ച് മൈനസ് പി ഗാമ ഇസ് ഈക്വൽ ടു പി സെഡ്. എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ എഴുതുന്നത്? കാരണം ഇത് നമ്മൾ സ്ക്വയർ ചെയ്യുകയാണെങ്കിൽ റൈറ്റ് സൈഡിൽ നമുക്ക് പി സെഡ് സ്ക്വയർ എന്ന് കിട്ടും, അത് മാസ് തരും. ഓക്കെ, ദ സ്ക്വയർ ഓഫ് ദ 4 momentum ഇൻ യൂണിറ്റ്സ് വെർ സി ഈക്വൽ ടു 1. ദ സ്ക്വയർ ഓഫ് 4 momentum ഈസ് ഈക്വൽ ടു എം സ്ക്വയർ. 4 momentum സ്ക്വയർ എന്ന് പറയുന്ന മാസ് സ്ക്വയർ തന്നെയാണ്. Right, അത് e square minus p square, e square minus p square, square root of e square minus p square എന്ന് വരും. c equal to 1 എന്ന് എഴുതുമ്പോൾ, ഓക്കെ, സോറി, e square minus p square എന്ന് വരും, which is equal to m square. If you put c equal to 1, what we are talking about is this relation, e square is equal to p square c square plus m square c raised to 4. ഓക്കെ, ഇത് c equal to 1 അല്ലാത്ത യൂണിറ്റ് സിസ്റ്റത്തിലാണ്. അങ്ങനെയാണെങ്കിൽ m square c square is equal to e square minus p square c square. ഓക്കെ, ഇനി e square minus p square c square എന്ന് പറയുന്നത് ഇറ്റ്സ് ആക്ച്വലി e by c p vector multiplied by e by c p vector. Alright, ഇത് 4 മൊമെൻറ്റത്തിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് ആണ്, ഇതിൻ്റെ 0th കോമ്പൗണ്ട് ആണ്. ഇനി 4 മൊമെൻറ്റത്തിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ ഫസ്റ്റ് കോമ്പൗണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക, e square by c square മൈനസ് സെക്കൻഡ് കോമ്പൗണ്ടിൻ്റെ സ്ക്വയർ. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് വെറുതെ റഫായിട്ട് p square എന്ന് എഴുതാം. Alright, so this you can write as e square minus p square, e square minus p square c square divided by c square. Okay, and what's e square minus p square c square? It's m square c square. Alright, so this is m square. So this is actually what we are doing is p square. Okay, so
this is e square by c square minus p square. Okay, so it's e square minus p square c square divided by c square, and so you have got, oh sorry, it's m square c raised to 4. Okay, that's why I was confused. So this is equal to e square minus p square c square എന്ന് പറയുന്നത് m square c raised to 4 ആണ് divided by c square. So it's equal to m square c square. So you see that the 4 momentum square is actually m square c square, and if you put c equal to 1, okay, p square is equal to m square. Okay, I'll explain this again as we do the problem, but that's the basic idea. So you should remember this. You can write in the natural units p square, 4 momentum square is equal to m square. All right, so we combine this like this, all right, and then square on both sides, and then square on both sides. All right, the square ചെയ്യുമ്പോൾ നമുക്ക് ph square plus p gamma square minus 2ph dot p gamma. Okay, this is the scalar product between two 4 vectors. The a square plus b square minus 2a dot b എന്ന് പറയുന്ന പോലെ തന്നെയാണ്, except that these are 4 vectors, and you have got pz square here. Pz square എന്നുള്ളത് നമ്മൾ immediately write it as mz square. Okay, pz square immediately write it as mz square. ph square is simply mh square, the mass square of the Higgs boson. Let's find ph with p gamma, the scalar product ph with p gamma. ph ന്റെ 0th component എന്ന് പറയുന്നത് mh ആണ്. ഓക്കെ, അതിൻ്റെ മൊമെൻറ്റം എന്ന് പറയുന്നത് 0 ആണ്, 0 വെക്റ്റർ ആണ്. റൈറ്റ്, ഡോട്ട് പി ഗാമ എന്ന് പറയുന്നത് അതിൻ്റെ ഇ ഗാമ എന്ന് പറഞ്ഞൊരു ടേം ഉണ്ട്. ഓക്കെ, അതിൻ്റെ എനർജി. റൈറ്റ്, കൊമ p gamma vector. We don't know the momentum of the photon. Right? But in the scalar product എടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? This gives mh e gamma. You multiply the components, time components, minus the multiplication of the spatial part. So it becomes 0. Right? ഇപ്പോൾ 4 വെക്ടറിൻ്റെ നൊട്ടേഷൻ ഇങ്ങനെയാണ്. If you have a dot b, that's equal to a0, we can write it as a0, a vector. 4 components ആണ്, multiplied by b0, b vector. Alright, now this is equal to a0 b0 minus a vector dot b vector. Minus sign varan karanam space time in geometry, Minkowski geometry ayadondana. Alright, so this minus sign comes in special relativity because of the geometry of space time. But let's not go into those things. We just need to remember that the scalar product of two 4 vectors is given like this. Alright, നമ്മൾ ഇത് യൂക്ലിഡിയൻ ആണെങ്കിൽ ഇവിടെ പ്ലസ് ആയനെ, നമ്മൾ a1 b1 plus a2 b2 plus a3 b3 എന്ന് പറയുന്ന പോലെ. Alright, the Euclidean അല്ല, Minkowski geometry ആയതുകൊണ്ട് it is a0 b0 minus. There's a relative minus sign between the time part and the space part. Alright, okay, so this is mh square plus 0 minus 2 mh, 0 component terms എഴുതുകയാണ്. e gamma, p gamma is equal to mz square. So നമ്മൾ ഈ കമ്പൈൻ ചെയ്ത്, as promised, when we combine this p gamma is lost for free. Okay, we have got rid of this p gamma for free, and we have got this equation mh square minus 2mh e gamma plus 0 or minus 0 is equal to mz square, is equal to mz square. All right, if you want to be exactly correct with this, it should have, no, it's actually a plus, I'm sorry, it's plus. ഇവിടെ minus ഉണ്ട്, ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് സൈൻ വരുമ്പോൾ ഇറ്റ്സ് പ്ലസ്. ഓക്കെ, സോ ദാറ്റ്സ് കറക്റ്റ്. സോ പ്ലസ് 0 is equal to mz square. Okay, now you just solve for e gamma, that's it. Okay, ഇവിടെ ആകെയുള്ള ടേംസ് mh, e gamma and mz. You solve for e gamma, you'll get it as mh square minus mz square divided by 2mh. Okay, it's mh square minus mz square divided by 2mh. All right, so that is the answer for e gamma. Okay, all right. സോ ഇതിൻ്റെ യൂണിറ്റ്സ് നമുക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. ഇവിടെ സിയുടെ ഫാക്ടറിനെ റീഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടതുണ്ടോ എന്നറിയാൻ വേണ്ടി അതിൻ്റെ യൂണിറ്റ്സ് നമുക്കൊന്ന് പരിശോധിക്കും. യു ക്യാൻ ഡു എ ഡയമെൻഷണൽ അനാലിസിസ്. റൈറ്റ്, നമുക്കിവിടെ ഉള്ളത് mh സ്ക്വയർ ആണ്. ഓക്കെ, മുകളിൽ കണ്ടുള്ളത് mh സ്ക്വയർ ആണ്. സോ നമ്മൾ എനർജിയുടെ യൂണിറ്റ്സിൽ എഴുതുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഗോസ് ലൈക്ക് e ബൈ സി സ്ക്വയർ. ഓക്കെ, കാരണം e is equal to mc സ്ക്വയർ അല്ലേ. റൈറ്റ്, നമ്മൾ വളരെ റഫായിട്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ ഡയമെൻഷൻസ് ഇസ് ഗോസ് ലൈക്ക് e ഡിവൈഡഡ് ബൈ, സോറി, ഇവിടെ m സ്ക്വയർ ആണ്. സോ ഇറ്റ്സ് e സ്ക്വയർ ഡിവൈഡഡ് ബൈ c റൈസ്ഡ് ടു 4. താഴെയുള്ളത് എഗെയിൻ ഇറ്റ് ഈസ് 2 അവിടെ നിൽക്കട്ടെ, ഇറ്റ് ഈസ് e ഡിവൈഡഡ് ബൈ c സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ യൂണിറ്റ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ നമുക്ക് കിട്ടിയ ഇതിൻ്റെ യൂണിറ്റ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ നമുക്കുള്ള ഡയമെൻഷൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ്
E divided by, let's check, E square by c raised to 4 E by c square. Okay, so dimensions മാത്രം നോക്കുകയാണെങ്കിൽ E square divided by c raised to 4 multiplied by c square by E. Okay, വളരെ നമ്മൾ റഫായിട്ട് നോക്കുകയാണ്. റൈറ്റ്, സോ ദിസ് ഇസ് E divided by c square. അപ്പോൾ ഇതിൻ്റെ യൂണിറ്റ്സ് എന്ന് പറയുന്നത് E divided by c square എന്നുള്ളതാണ്. റൈറ്റ്, സോ ഇഫ് യു വാണ്ട് ദ ഫൈനൽ കറക്റ്റ് ആൻസർ, right, you will have to multiply it with the c square. You will have to multiply it with the c square. Okay, അപ്പോൾ c square അങ്ങനെ നിൽക്കട്ടെ, we'll just multiply it with the c square. Okay, alright. ഇനി ഇത്രയും ആക്ച്വലി we could have done it in a much easier way. നമ്മളിത് നോക്കുകയാണെങ്കിൽ മുകളിലുള്ളതിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് മാസ് സ്ക്വയർ ആണ്. ഓക്കെ, ഡിവൈഡഡ് ബൈ മാസ്, സോ ഇറ്റ് ഹാസ് യൂണിറ്റ്സ് ഓഫ് മാസ്. അപ്പോൾ എനർജിയുടെ യൂണിറ്റ്സിലേക്കാണ് യു ഹാവ് ടു ഡു mc സ്ക്വയർ. ഓക്കെ, ഓൾറൈറ്റ്. അപ്പോൾ ഈ c സ്ക്വയർ അവിടെ നിൽക്കട്ടെ, ദിസ് ഇസ് യൂസ്ഫുൾ. ഓൾറൈറ്റ്, ഇനി നമ്മൾ ചെയ്യേണ്ടത് mh സ്ക്വയർ. നമുക്ക് mh സ്ക്വയർ എന്ന് പറയുന്നത് 125 GeV ബൈ c സ്ക്വയർ എന്നുള്ളതാണ്. mh സ്ക്വയർ ഇസ് 125 GeV ബൈ c സ്ക്വയർ. അതുപോലെ ഇവിടെ നമുക്ക് mz സ്ക്വയർ എന്ന് പറയുന്നത് 90 GeV പെർ c സ്ക്വയർ. ഓക്കെ, അതായത് mc സ്ക്വയർ എന്ന് പറയുന്നത് 125 GeV ആയിരിക്കും. ഇവിടെ mc സ്ക്വയർ എന്ന് പറയുന്നത് 90 GeV ആയിരിക്കും. ഓൾറൈറ്റ്, സോ യു ക്യാൻ സേ ദാറ്റ് mh, okay, c square is equal to 125 GeV. Similarly, mz c square is equal to 90 GeV. Alright, അപ്പോൾ ഇത് ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യണമെങ്കിൽ ലെറ്റ്സ് മൾട്ടിപ്ലൈ ആൻഡ് ഡിവൈഡ് ത്രൂ ഔട്ട് ബൈ c square. Alright, or c raised to 4. Okay, അങ്ങനെയാണെങ്കിൽ so if you want to be really clear about this, let's multiply through on the numerator and the denominator by c raised to 4. All right, so this becomes mh square c raised to 4, okay, minus mz square c raised to 4 divided by 2mh c raised to 4. Okay, and then you have a c square here. You have a c square here. This get cancelled and this is c square. ഇത് ക്ലിയർ ആയി വരുന്നു. ഓക്കെ, അപ്പോൾ ഈ mh സ്ക്വയർ c raised to 4 എന്നുള്ളതിന് നമുക്ക് ദിസ് ഇസ് ആക്ച്വലി ഇവിടെ നമുക്ക് mh c സ്ക്വയർ എന്ന് പറയുന്നത് 125 ആണ്. സോ mh സ്ക്വയർ c raised to 4 എന്ന് പറയുന്നത് ഇറ്റ്സ് സിംപ്ലി 125 സ്ക്വയർ. നൗ അവർ യൂണിറ്റ്സ് ആർ ഫൈൻ. ഓൾറൈറ്റ്, സോ യു ക്യാൻ റൈറ്റ് ദിസ് ആസ് 125 സ്ക്വയർ മൈനസ് 90 സ്ക്വയർ ഡിവൈഡഡ് ബൈ ട്വൈസ് 125. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് 125 square minus 90 square divided by twice 125. Now when you get a bit more familiar with this, we'll simply drop this thing. All right, you'll get the correct answer simply by multiplying this, but it's good to be careful. It's good to know what's going on inside these things. All right, അപ്പോൾ ഇവിടെ 125 GeV per c square എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ this means that mc square is 125 GeV. So if you have any confusion, you can just write it in the correct form. All right, in whichever form that clarifies things for you. All right, okay, ഇനി ഇത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയാണ്. Now this is a square minus b square. Okay, you can write as a plus b multiplied by a minus b. That's why you have got 215 multiplied by 35. Okay, this is a plus b, a minus b divided by 2 into 125, and you can simplify this to around 30 GeV. Alright, 30 GeV, and there indeed is an answer here. So option C is the correct answer. Okay, അപ്പോൾ ഈ പ്രോബ്ലം ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ചത് മെയിനായിട്ട് 4 വെക്റ്റർ നൊട്ടേഷനിലുള്ള 4 മൊമെൻറ്റം കൺസർവേഷൻ ഇക്വേഷനാണ്. അതുപോലെ 4 വെക്റ്റർ നൊട്ടേഷനിലുള്ള ചില സിമ്പിൾ ആയിട്ടുള്ള മാനിപ്പുലേഷൻസ് ആണ്. സോ യു സീ ദാറ്റ് വി ഗെറ്റ് ദ ആൻസർ റിയലി ക്വിക്ക്ലി ആൻഡ് ക്വൈറ്റ് ഈസിലി. Alright, the only thing is we have to be a bit careful with these units, but you'll get used to it. Okay, കുറച്ചൊന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാവുന്ന കാര്യമേ ഉള്ളൂ. Alright, അടുത്ത ചോദ്യം ഇതാണ്. ഇൻ ദ ലാർജ് ഹാഡ്രോൺ കൊളൈഡർ 2 equal energy proton beams traverse in opposite directions along a circular path of length 27 km. Okay, so you have got 2 protons approaching like this. If the total center of mass energy of a proton-proton pair is 14 TeV, 14 tera-electron volt, which of the following is the best approximation for the proper time taken by the proton to traverse the entire path? Okay, അതായത് 27 കിലോമീറ്റർ ട്രാവൽ ചെയ്യാൻ പ്രോട്ടോൺ എടുക്കുന്ന സമയം, ഓക്കെ, ഏത് ഫ്രെയിമിലാണ്? പ്രോട്ടോണിൻ്റെ റെസ്റ്റ് ഫ്രെയിമിൽ. ഓക്കെ, അല്ലെങ്കിൽ പ്രോട്ടോണിൻ്റെ മുകളിൽ നമ്മളൊരു ക്ലോക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ക്ലോക്കിൽ എത്ര സമയം കടന്നു പോയിട്ടുണ്ടോ അതിനെയാണ് നമ്മൾ പ്രോപ്പർ ടൈം എന്ന് പറയുന്നത്. ഓൾറൈറ്റ്, അപ്പോൾ ഇവിടെ നമുക്ക് ആകെ തന്നിട്ടുള്ള ഇൻഫർമേഷൻ ഇതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് എനർജിയാണ്. അപ്പോൾ രണ്ട് ഇങ്ങനെ വരുന്ന കൊള്ളൈഡ് ചെയ്യുന്ന ബീമിൻ്റെ സെൻറ്റർ ഓഫ് മാസ് എനർജി എന്ന് പറയുന്നത് സിംപ്ലി ദ സം ഓഫ് ദ എനർജീസ് ഓഫ് ദീസ് 2 ബീംസ്. ഓൾറൈറ്റ്,
So the center of mass energy, the sum of the energies, sum of the two beams, okay, of the colliding beams or the colliding particles. And the total momentum 0 ആയിരിക്കും. right? Total momentum 0 ആയിരിക്കും. നമ്മുടെ സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിം എന്ന് പറയുമ്പോൾ ടോട്ടൽ മൊമെൻറ്റം എന്ന് പറയുന്നത് 0 ആയിരിക്കും. right? They are coming in this in opposite directions. right? അപ്പോൾ അത് എക്സാക്ട്ലി അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് റെസ്റ്റിലുള്ള ഫ്രെയിമിനാണ് നമ്മൾ സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിം എന്ന് പറയുന്നത്. okay? So let's try to calculate this. So the only thing we are given is the energy in the center of mass. All right, the energy in the center of mass is gamma mc square plus gamma mc square. Something here. All right. So E center of mass is the total energy. All right. So this is gamma mc square because we are talking about two protons. They have the same mass. They have the same mass and they are moving at the same speed. All right. So it's important that in the center of mass. Okay, കാരണം അതിൻ്റെ മൊമെൻറ്റം എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് മൊമെൻറ്റം വൺ ബീം ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് ദ അതർ മൊമെൻറ്റം. റൈറ്റ്, ദേ ആർ ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആൻഡ് ഓഫ് ഈക്വൽ മാഗ്നിറ്റ്യൂഡ്. അങ്ങനെയാണെങ്കിൽ മാത്രം ടോട്ടൽ മൊമെൻറ്റം 0 ആവുള്ളൂ. റൈറ്റ്, അപ്പോൾ സെൻറ്റർ ഓഫ് മാസ് റെസ്റ്റിലുള്ള ഫ്രെയിമിനാണ് സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്നത്. സോ ദ ടോട്ടൽ മൊമെൻറ്റം വിൽ ബി എക്സാക്ട്ലി ഈക്വൽ ടു 0. നമ്മൾ സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിം ആ ഒരു ഫ്രെയിമിൽ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ടോട്ടൽ മൊമെൻറ്റം എക്സാക്ട്ലി 0 ആയിട്ടുള്ള ഫ്രെയിമിനാണ് സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിം എന്ന് പറയുന്നത്. അപ്പോൾ ടോട്ടൽ മൊമെൻറ്റം എക്സാക്ട്ലി 0 ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഓഫ് മൊമെൻറ്റം വിൽ ബി എക്സാക്ട്ലി ഈക്വൽ. ദ മൊമെൻറ്റ ഇൻ ദിസ് ഫ്രെയിം വിൽ ബി ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഓപ്പോസിറ്റ് ഇൻ ഡയറക്ഷൻ. റൈറ്റ്, അതുകൊണ്ടാണ് നമുക്കിവിടെ ഇതിൻ്റെ രണ്ടിൻ്റെയും ഗാമ ഫാക്ടർ സെയിം ആയിട്ട് എഴുതാൻ പറ്റുന്നത്. ബിക്കോസ് ദേ ഹാവ് ദ സെയിം വെലോസിറ്റി, ദേ ഹാവ് ദ സെയിം മൊമെൻറ്റം, ദേ ഹാവ് ദ സെയിം വെലോസിറ്റി. Okay, so gamma mc square plus gamma mc square is equal to 14 TeV. Okay, we take the gamma the same only because it's in the center of mass frame. Right, the momenta are equal and opposite. So we got 2 gamma mc square is equal to 14 into 10 raised to 6. From here we calculate gamma or 1 by gamma. Okay, we calculate 1 by gamma, that's equal to 2 mc square divided by 14 into 10 raised to 6. ഈ gamma എന്ന് പറയുന്നത് it's simply 1 by square root of 1 minus v square by c square. So 1 by gamma is square root of 1 minus v square by c square. Okay, this is known as the Lorentz gamma factor. Okay, so we calculate the 1 by gamma here and we use the mass of the proton. All right, in the പ്രോട്ടോണിൻ്റെ മാസ് എന്ന് പറയുന്നത് 938 MeV ആണ്, mc square. Okay, mc square for proton is 938 MeV. Okay, so it's 2 into 938 MeV multiplied by ഇവിടെ 14 ആണല്ലോ. So that 2 we cancel with 14, that's why I have got a 7 here. Okay, 7 into 10 raised to 6. And ഇത് സോൾവ് ചെയ്യാൻ എളുപ്പമാണ്. You can just do this calculation and you see that your 1 by gamma is 1.34 into 10 raised to minus 4. Okay, you have found the Lorentz gamma factor. You have found the Lorentz gamma factor. Now you need to find the proper time. Okay, ഇപ്പോൾ പ്രോപ്പർ ടൈം കണ്ടുപിടിക്കാൻ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, നമ്മൾ ആദ്യം ഈ പ്രോട്ടോൺ നമ്മുടെ ഫ്രെയിമിൽ, നമ്മുടെ ഫ്രെയിമിൽ, അതായത് പ്രോട്ടോൺ മൂവ് ചെയ്യുന്ന ഫ്രെയിമിൽ എത്ര സമയം കൊണ്ടാണ് ഈ ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നത് നോക്കാം. ഓക്കെ, ആ സമയത്തിന് നമ്മുടെ ഗാമ ഫാക്ടർ ഉപയോഗിച്ച്, അതായത് നമുക്ക് ഇങ്ങനെയാണ് റിലേഷനുള്ള ഡെൽറ്റ ടി ഇസ് ഈക്വൽ ടു ഡെൽറ്റ ടി സീറോ ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ. ഡെൽറ്റ ടി സീറോ ആണ് നമ്മൾ പ്രോപ്പർ ടൈം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഡെൽറ്റ ടി സീറോ ഇസ് ഈക്വൽ ടു ഡെൽറ്റ ടി മൾട്ടിപ്ലൈഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ, അല്ലെങ്കിൽ ഡെൽറ്റ ടി ഡിവൈഡഡ് ബൈ ഗാമ. കാരണം 1 ബൈ ഗാമയാണ് സ്ക്വയർ റൂട്ട് ഓഫ് 1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ. അപ്പോൾ ഡെൽറ്റ ടി ആദ്യം കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഡെൽറ്റ ടി കണ്ടുപിടിക്കാൻ നമുക്ക് വേണ്ട രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് പ്രോട്ടോണിൻ്റെ വെലോസിറ്റി, മറ്റൊന്ന് എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്നുള്ളൂ അല്ലേ. കാരണം വെലോസിറ്റി ഇസ് ഡിസ്റ്റൻസ് ബൈ ടൈം, ടൈം ഇസ് ഈക്വൽ ടു വെലോസിറ്റി ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ്. ടൈം ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ വെലോസിറ്റി. ഇപ്പോൾ ഡിസ്റ്റൻസും വേണം വെലോസിറ്റി വേണം. ഡിസ്റ്റൻസ് ഓൾറെഡി തന്നിട്ടുണ്ട്, ഇറ്റ്സ് 27 കിലോമീറ്റർ. What about the velocity? Right, now technically you can find the velocity from this gamma. Okay, ഈ ഇക്വേഷൻ സോൾവ് ചെയ്താൽ നമുക്ക് ഇതിൻ്റെ വെലോസിറ്റി കണ്ടുപിടിക്കാൻ കഴിയും. കാരണം ഗാമ ഇസ് ഈക്വൽ ടു 1 ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ. 1 ബൈ ഗാമ ഇസ്, ഇവിടെ നമുക്ക് 1 ബൈ ഗാമ വന്നിട്ടുണ്ട്, ദാറ്റ്സ് സ്ക്വയർ റൂട്ട് ഓഫ് 1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ. ഈ സ്ക്വയർ ദിസ് ആൻഡ് ദിസ്, ഇത് ഇവിടെ നമുക്ക് 1.34 ഇൻറ്റു 10 raised to minus 4 ആണത്. So you square on both sides, you solve for v and you can find the velocity. Alright, but we don't actually need to do that. കാരണം നമുക്കറിയാം large hadron, you can try this. Okay, I want you to try this. Try and find velocity. I think you should really do it. Okay, if you are not really sure about this, you should really find the velocity from here. Okay, and then find delta t
delta t is equal to d divided by the distance divided by the velocity, and then you multiply it with this 1 by gamma. That will give you the proper time. Okay, all right. But now we know that these are high energy beams, and in the Large Hadron Collider, the protons are moving at nearly the speed of light. Okay, protons in the speed of light in the speed node വളരെ അടുത്താണ്. അത്ര energiesൽ light in the speed node വളരെ അടുത്തെത്തും. Okay, so we can approximate the speed of the proton to be 3 into 10 raised to 8 meter per second. Alright, of course it will not be exactly 3 into 10 raised to 8 meter per second. It may be 99%, 3 into 99% the speed of light, right, or 99.5% the speed of light. It may not be exact, but for our calculation we can take it as 3 into 10 raised to 8 meter per second. Now I want you to find it also from this equation. Alright, solve for V and see exactly how much different it is from 3 into 10 raised to 8 meter per second. Okay, now in normal cases we have to do this. Okay, സാധാരണ നമുക്ക് ഈ എനർജിയുടെ കാര്യം ഈ പ്രോട്ടോൺസ് ട്രാവൽ ചെയ്യുന്നതിനെ കുറിച്ചൊന്നും അറിയില്ലെങ്കിൽ നമ്മളിത് ചെയ്യണം. Okay, that's how you do it. So this is the technique to do it. But now I am using a shortcut and I am telling you that the speed could be 3 into 10 raised to 8 meter per second, and let's proceed with that. Alright, so the distance is 27 into 10 raised to 3. Delta t is d divided by v, that's equal to 9 into 10 raised to minus 5 seconds. Right, 9 into 10 raised to minus 5 seconds. Okay, but delta t കിട്ടി നമുക്ക്. ഡെൽറ്റ ടി കിട്ടും. അതായത് ഈ പ്രോട്ടോൺ ബീം ഈ ഡിസ്റ്റൻസ് ട്രാവേഴ്സ് ചെയ്യുമ്പോൾ നമ്മുടെ ക്ലോക്കിൽ എത്ര സമയം കടന്നുപോയി, നമ്മൾ ലാബിൽ നിന്ന് ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ക്ലോക്കിൽ എത്ര സമയം കടന്നുപോയി, അല്ലെങ്കിൽ നമ്മൾ സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിമിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ ക്ലോക്കിൽ എത്ര സമയം കടന്നുപോയി എന്നുള്ളതാണ് 9 into 10 raised to minus 5 സെക്കൻഡ്. ഓക്കെ, കറസ്പോണ്ടിംഗ്ലി പ്രോട്ടോണിൻ്റെ ക്ലോക്കിൽ എത്ര സമയം കടന്നു പോയിട്ടുണ്ടാവും എന്നുള്ളതാണ് അതിൻ്റെ പ്രോപ്പർ ടൈം എന്ന് പറയുന്നത്. ഫോർ ദാറ്റ് യു ജസ്റ്റ് ഡിവൈഡ് ദിസ് ബൈ ഗാമ or multiply by 1 by gamma. Right, so that's 9 into 10 raised to minus 5 divided by 1.34 into 10 raised to minus 4. Okay, you do this, you can calculate it on the margin, multiply, and you will see that it looks like 12 into 10 raised to minus 9. Okay, 10 raised to minus 9 എന്ന് പറയുന്നത് nanoseconds ആണ്. So the answer is it's 12 nanoseconds. All right, so that's the proper time taken by the proton to traverse the entire path. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്ലോക്കിൽ എടുക്കുന്നതിനേക്കാളും കുറവ് സമയം, വളരെ കുറവ് സമയം മാത്രമേ പ്രോട്ടോണിൻ്റെ ക്ലോക്കിൽ കടന്നു പോയിട്ടുള്ളൂ. ദിസ് ഇസ് ടിപ്പിക്കൽ ടൈം ഡൈലേഷൻ. ഓക്കെ, ടൈം ഡൈലേഷൻ നിങ്ങൾ ട്വിൻ പാരഡോക്സ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. റൈറ്റ്, അടുത്ത നമ്മൾ ചെയ്യുന്നത് മ്യൂോൺസിൻ്റെ ഡീകേ ആയിട്ട് ബന്ധപ്പെട്ടൊരു പ്രോബ്ലമാണ്. ഓക്കെ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് മ്യൂോൺസ് ആർ പ്രൊഡ്യൂസ്ഡ് ത്രൂ സം ഇൻറ്ററാക്ഷൻ. ഓക്കെ, ത്രൂ അനൈലേഷൻ ഓഫ് പാർട്ടിക്കിൾ ആൻഡ് ഇറ്റ്സ് ആൻറ്റി പാർട്ടിക്കിൾ. റൈറ്റ്, ഇറ്റ് ഡസൻറ്റ് മാറ്റർ വിച്ച് പാർട്ടിക്കിൾ they are. A muon has rest mass, the rest mass is given, and its proper lifetime is 2 microseconds. Okay, 2 into 10 raised to minus 6 seconds. Okay, proper lifetime. Proper lifetime എന്ന് പറഞ്ഞാൽ മ്യൂൺ റെസ്റ്റിലായിരിക്കുന്ന ഫ്രെയിമിൽ നിന്ന് മെഷർ ചെയ്യുന്ന ലൈഫ് ടൈം. ഓക്കെ, മ്യൂൺ റെസ്റ്റിലായിരിക്കുന്ന ഫ്രെയിമിൽ നിന്ന് നമ്മൾ മെഷർ ചെയ്യുകയാണ്, ലൈഫ് ടൈം എത്രയാണെന്ന് മെഷർ ചെയ്യുകയാണെങ്കിൽ അതാണ് പ്രോപ്പർ ലൈഫ് ടൈം എന്ന് പറയുന്നത്. If the center of mass energy of the collision is 2.1 GeV, the center of mass energy is 2.1 GeV in the laboratory frame that coincides with the center of mass frame. അതായത് നമ്മൾ സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിമിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. Then the fraction of muons that will decay, the fraction of muons that will decay before they reach a detector placed 6 kilometers away from the interaction point. Right, what's the fraction of muons that will decay? അപ്പോൾ ഇതിന് നമ്മൾ ജസ്റ്റ് ബേസിക് റേഡിയോ ആക്റ്റീവ് ഡീക്കേയുടെ കാര്യത്തിൽ പറയുന്നതിൽ ബേസിക് ആയിട്ടുള്ളൊരു തിയറി നോക്കണം. അത് വളരെ സിമ്പിളാണ്. ഓക്കെ, ഇനീഷ്യലി സപ്പോസ് വി ഹാവ് ഗോട്ട് n of t muons. Okay, at time t, not initially, at some time t we have got n of t muons. Alright, okay, ഇനി നമുക്കറിയാം ഈ സമയം പോകുന്തോറും as time passes more muons will decay. So we can say that the probability for decay, okay, the probability for decay, let's write it like this, probability for decay will be certainly proportional to dt. Current time, the more time you wait, the more particles will decay. The proportionality constant is called the decay rate. Okay, lambda dt. ഈ decay rate നമുക്ക് ഇങ്ങനെയും പറയാം, it's the probability per unit time. Okay, the probability per unit time. അപ്പോൾ ലാംഡ എന്ന് പറയുന്നൊരു കോൺസ്റ്റൻ്റ് ആണ്, ഇതിൻ്റെ decay rate എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിങ്ങനെ എഴുതാം, dn by n is equal to minus lambda dt. dn by n is equal to minus lambda dt. ഇതെന്തുകൊണ്ടാണ് dn by n equal to minus lambda dt എന്ന് എഴുതുന്നത്? Right, this means that what's dn? Right, dn is the change in the number of muons. Okay,
change in the number of muons. Change in the number of muons. Right? That is n of, let's roughly write it like this, okay, minus n of t. Right? Because this is the number of particles at time t, this is the number of particles at time t plus dt, divided by n of t. Okay, so change in the number of muons. Alright, change in the number of muons quantity endana, this is the number of muons after some time, this is the number, initial number of muons. Alright, so the difference gives you the number of muons that have decayed. The difference gives you the number of muons that have decayed. Alright, so this actually is the fraction of muons that have decayed. This is the fraction of muons that have decayed. Alright, so dn by n. Okay, these are the fraction of muons that have actually decayed. Alright, since the number of muons is decreasing, we will see that this quantity is negative. Alright, the quantity negative one. Okay, so since the number of muons is decreased, we should put a minus sign here. So dn by n is equal to minus lambda dt. Alright, because a fraction of muons that have decayed, decay probability. Alright, that's exactly what we call as the decay probability. So this is the fraction of muons that have decayed in time, after time dt. That's clearly what we call the probability for decay. Probability. Alright, so that's why we have this formula. So you can now integrate this. N of t is equal to n0 e raised to minus lambda t. Okay, the integration is simple. You just integrate on both sides. Alright, so integrating on the left side will give you log n, and that's equal to minus lambda t plus some constant. Alright, you exponentiate on both sides, and you can write n of t is equal to e raised to minus lambda t. Okay, and then certainly that constant of proportionality can be written as a multiplicative factor here because of the exponential thing, and obviously that will be the initial number of muons at time t equal to 0. Alright, so what is this n of t now? N of t, it's a number of surviving muons. Alright, it's a number of surviving muons at some time t. Right? N0 is the initial number of muons. Right? So this is the number of surviving muons. So survival probability n of t divided by n0. The survival probability is term. Alright, so it's the number of muons that have survived. Lifetime tau of a muon is the reciprocal of lambda. Lambda lifetime is equal to the reciprocal of lambda. Okay, so lifetime or frame generally different. Alright, so frame value different. Alright, but tau is lifetime. Okay, lifetime it's a proper lifetime. Okay, lifetime is proper lifetime. Alright, so in any other frame, the corresponding time would be proper time divided by tau divided by square root of 1 minus v square by c square, or gamma tau. Okay, t can be written as gamma tau in any other frame. Okay, now we can write n equal to n0 e raised to minus lambda t. This means that n by n0 equal to e raised to minus lambda t. Okay, and what's lambda? Lambda is the reciprocal of the lifetime. Alright, and lifetime can be obtained from the proper lifetime by multiplying with the gamma factor. Because we have frame lifetime different. Okay, a lifetime is gamma tau. So n is equal to e raised to minus t divided by gamma tau. Alright, and what is this value? This gives you the number of surviving particles, surviving muons. Okay. Alright, now gamma. We need to find gamma. How do we find gamma? The center of mass energy is given. It's 105 MeV, so that's the rest mass. The center of mass energy is 2.1 GeV. Okay, so center of mass gamma mc square plus gamma mc square. Okay, that's 2 gamma mc square is equal to 2.1 into 10 raised to 3. GeV is MeV because this side MeV. Okay, m mc square 105 and right. So this 105 here is mc square for muon. Right. So from here we calculate gamma. Gamma is equal to 1.05 divided by 105. That's so 10 raised to 3. And that's clearly equal to 10. Okay. All right. So and t
what's the time taken for the travel. Okay, what's the time taken for the travel? അപ്പോൾ നമ്മൾ ഡിസ്റ്റൻസ് ആദ്യം നോക്കുകയാണ്. ഡിസ്റ്റൻസ് എന്താണെന്ന് നോക്കുന്നത് 6 കിലോമീറ്റർ. Okay, 6 into 10 raised to 3. Again, you can try to find the velocity from gamma. Okay, try to find the velocity from gamma. Find the velocity from gamma. All right, you can do that. In this problem, I will take it as 3 into 10 raised to 8. I want you to check whether this is a good approximation in this case. Okay, I want you to check whether this is a good approximation in this case. All right, so please check that. So this is the time taken is 2 into 10 raised to minus 5 seconds. We have got t. All right, so from here we can write t divided by gamma tau. What was gamma? Gamma is 10. Tau, what was, so t is 2 into 10 raised to minus 5 divided by gamma is 10. And what was tau? Tau was given as 2 into 10 raised to minus 6. Okay, 2 into 10 raised to minus 6. All right, so these terms will get cancelled. This is simply 1. This is equal to 1. All right, so this means that n divided by n0 is e raised to minus 1. T divided by gamma tau we have just found out to be 1. So this means that n divided by n0 is equal to e raised to minus 1. N divided by n0 is e raised to minus 1. What is this n divided by n0? Yes, we saw this is the fraction of particles that have survived. Okay, this is the fraction of muons. This is the fraction of muons that have survived. Okay, this is fraction of muons that have survived. All right, so what's the fraction of muons that have decayed? Clearly, the fraction of muons that have decayed will be 1 minus n divided by n0. Seriously. All right, because if n is the fraction of if n is the number of muons that have survived, then the number of muons that have decayed is n minus let's say n0 minus n divided by n0. That's 1 minus n divided by n0. Right, so the fraction of muon that have decayed will be 1 minus e raised to minus 1. All right, this will be the correct answer. Okay, so ഇപ്പോൾ ഇവിടെ e minus 1 കിട്ടിയ ഉടനെ ഇത് ഓപ്ഷനിൽ e minus 1 എന്നുള്ള ആൻസർ ഉണ്ട്. അപ്പോൾ ഇതാണ് ആൻസർ എന്ന് എഴുതിയാൽ യു വിൽ ബി മിസ്റ്റേക്കൺ. സോ ദ ആൻസർ ഇസ് 1 minus e raised to minus 1. Okay, I hope this is clear. Okay, there are a few concepts that we use in this problem, but if you are careful enough, it shouldn't be very difficult. അപ്പോൾ നമ്മൾ റേഡിയോആക്റ്റീവ് ഡീക്കേയുടെ ലോ എല്ലാം നമ്മൾ ഫെമിലിയർ ആണെങ്കിൽ, we can directly start with this equation. Right, but you should know that this is the number of surviving muons. All right, surviving muons at time t. All right, so it's 1 minus e raised to minus 1. The next problem, in a classical model, a scalar means a spin zero meson, consists of a quark and an antiquark bound by a potential V of r is equal to a r plus b divided by r, where a and b are constants given. The values are given here. Okay, if the masses of the quark and antiquark are negligible, quark antiquark mass negligible ആണ്, ഒരു classical model ആണ്, the mass of the meson can be estimated. Okay, and approximately ഈ quark antiquark bound state ന്റെ mass approximately എന്തായിരിക്കും എന്നുള്ളതാണ് ചോദ്യം. Okay, alright, അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതൊരു പൊട്ടൻഷ്യൽ വഴി ക്വാർക്കും ആൻറ്റിക്വാർക്കും ബൗണ്ട് ആണ്. ഓക്കെ, ക്വാർക്സ് ആൻഡ് ആൻറ്റിക്വാർക്സ് ആർ ബൗണ്ട് ബൈ ദിസ് പെർട്ടിക്കുലർ പൊട്ടൻഷ്യൽ. ഓൾറൈറ്റ്, അപ്പോൾ ഈ ഈക്വിലിബ്രിയം സെപ്പറേഷൻ എത്തുമ്പോൾ ഈ പൊട്ടൻഷ്യൽ മിനിമം ആയിരിക്കും. ഓൾറൈറ്റ്, അപ്പോൾ ഈക്വിലിബ്രിയം സെപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ദ സെപ്പറേഷൻ, സോ ദ ക്വാർക്ക് ആൻഡ് ആൻറ്റിക്വാർക്ക് വിൽ settle into an equilibrium. Alright, classical model ഒരു ഈക്വിലിബ്രിയത്തിലേക്ക് എത്തും. ഓക്കെ, പ്യുവർലി ക്ലാസിക്കലായിട്ടാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്, കാരണം ക്ലാസിക്കൽ മോഡൽ എന്നാണ് പറയുന്നത്. ഓൾറൈറ്റ്, സോ ഈക്വിലിബ്രിയത്തിലെത്തുമ്പോൾ, അതായത് അതിൻ്റെ ഫോഴ്സ് മിനിമം ആയിരിക്കുമ്പോൾ, ഓക്കെ, സോ അതിൻ്റെ പൊട്ടൻഷ്യൽ ഫോഴ്സ് 0 ആയിരിക്കുമ്പോൾ പൊട്ടൻഷ്യൽ മിനിമം ആയിരിക്കുന്ന അവസ്ഥ, ഫോഴ്സ് 0 ആവുന്ന അവസ്ഥ, ആ അവസ്ഥയിലാണ് സെറ്റിലാവുക. സോ പൊട്ടൻഷ്യൽ ഇസ് മിനിമം. ഓൾറൈറ്റ്, അപ്പോൾ അത് നമുക്ക് ആ സെപ്പറേഷൻ, ഈക്വിലിബ്രിയം സെപ്പറേഷൻ കണ്ടുപിടിക്കാം. അവിടെ പൊട്ടൻഷ്യൽ മിനിമം ആയിരിക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ യു ടേക്ക് ദ ഡെറിവേറ്റീവ് ആൻഡ് ടേക്ക് r equal to r0. Alright, you say that at equilibrium separation dv by dr is equal to 0. Alright, you say that dv by dr is equal to 0. ഇതെന്തിനാണ് നമ്മൾ ചെയ്യുന്നത്? ഈക്വിലിബ്രിയം സെപ്പറേഷൻ കണ്ടുപിടിക്കാൻ. Alright, you are just taking the first derivative, putting it equal to 0 and finding the corresponding distance
That will give you R0. അപ്പോൾ ഇവിടെ നമുക്ക് R0 മനസ്സിലാകുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് ബി ഡിവൈഡഡ് ബൈ എ ആണ്. അപ്പോൾ ബിയുടെയും എയുടെയും വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, 100 MeV FM femtometer divided by 200 MeV femtometer inverse. Okay, and the final answer is 1 by root 2 femtometer. We get femtometer because that's equilibrium. 1 by root 2 femtometer is the equilibrium separation. ഇനി നമ്മൾ ഇമാജിൻ ചെയ്യുന്നത് ക്ലാസിക്കൽ മോഡലാണ്. ഈ ക്വാർക്കിൻ്റെ ആൻറ്റി ക്വാർക്കിൻ്റെ മാസ് നെഗ്ലിജിബിൾ ആണ്. അപ്പോൾ ഈ ബൗണ്ട് സ്റ്റേറ്റിൻ്റെ മാസ് മുഴുവൻ വരുന്നത് എൻ്റെ ബൈൻഡിങ് എനർജിയിൽ നിന്നായിരിക്കും. എൻ്റെ ബൈൻഡിങ് എനർജിയിൽ നിന്നായിരിക്കും. അതായത് ഈ പൊട്ടൻഷ്യലിലായിരിക്കും, ഈ ഒരു സെപ്പറേഷനിലായിരിക്കും, ഈക്വിലിബ്രിയം സെപ്പറേഷനിലായിരിക്കുമ്പോൾ വാട്ട്സ് ദ എനർജി, വാട്ട്സ് ദ ബൈൻഡിങ് എനർജി, വാട്ട്സ് ദ പൊട്ടൻഷ്യൽ എനർജി, ദാറ്റ് വിൽ ബി അവർ റഫ് എസ്റ്റിമേറ്റ് ഓഫ് ദ മാസ്. ഓക്കെ, so the mass of the meson will be the contribution of the binding energy. So m is equal to, നമ്മളിവിടെ ഈ ആർ എന്നുള്ളതിന് 1 by root 2 femtometer എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സോ എയുടെ വാല്യൂ എന്താണ്? ഇറ്റ്സ് 200. ഓക്കെ, മൾട്ടിപ്ലൈഡ് ബൈ 1 by root 2 പ്ലസ് ബി ഡിവൈഡഡ് ബൈ ആർ. ബി ഇസ് 100 മൾട്ടിപ്ലൈഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 2 എന്ന് വരും. ഓക്കെ, സോ that becomes 200. So you can take LCM as 1 by root 2, so that's 200 plus 100 into root 2 into root 2, so that is 200. So that's 400 divided by root 2, and the approximate value turns out to be 283. Okay, you can try this division. You can take the approximate value of root 2 is equal to 1.414 or something. Okay, and you can do the calculation. You will see that 283 is the best option that's available. Okay, all right. The range of the nuclear force between two nucleons due to the exchange of pions is 1.4 femtometer. Okay, range, nuclear force in the range തന്നിട്ടുണ്ട്. Okay, നമ്മൾ യുക്കാവ ഫോർമുല ഉപയോഗിച്ച് ചെയ്യാൻ പോകുന്ന പ്രോബ്ലമാണ്. If the mass of the pion is 140 MeV per c square. Okay, that's the case where mass, pion's mass 140 ആണെങ്കിൽ, right? Now, and the mass of the rho meson is 770 MeV per c square. Then the range of the force due to the exchange of rho mesons. Alright, അപ്പോൾ ഇത് പൈ മെസോൺസ്, നമ്മൾ പയോൺസ് എന്ന് പറയുന്നതിൻ്റെ എക്സ്ചേഞ്ച് കാരണമുള്ള എന്താണ് പറയുക, റേഞ്ചാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഓക്കെ, ഇനി പയോൺസിന് പകരം റോ മെസോൺസ് ആണ് എക്സ്ചേഞ്ച്ഡ് ആവുന്നതെങ്കിൽ, ഓക്കെ, ഹെവിയർ റോ മെസോൺസ് ആണ് എക്സ്ചേഞ്ച് ആവുന്നതെങ്കിൽ വാട്ട്സ് ദ റേഞ്ച് ഓഫ് ദ ഫോഴ്സ്? റൈറ്റ്, വാട്ട്സ് ദ റേഞ്ച് ഓഫ് ദ ഫോഴ്സ്? ഓക്കെ, ഐ തിങ്ക് വി ക്യാൻ ഓൾറെഡി ഗെസ് സംതിങ്. കാരണം പാർട്ടിക്കിളിൻ്റെ മാസ് കൂടുമ്പോൾ എന്താ സംഭവിക്കുന്നത്, അതിൻ്റെ റേഞ്ച് കുറയുകയാണ് ചെയ്യുക, അല്ലേ? സോ ക്ലിയർലി യു ക്യാൻ ഗെറ്റ് റിഡ് ഓഫ് എ ആൻഡ് ബി. സോ ഇറ്റ്സ് എയ്തർ സി ഓർ ഡി. ഇറ്റ്സ് എയ്തർ സി ഓർ ഡി. ലെറ്റ്സ് ചെക്ക്. ഓൾറൈറ്റ്, അപ്പോൾ നമ്മളിവിടെ യുക്കാവാസ് ഫോർമുലയാണ് ഉപയോഗിക്കുന്നത്. അവിടെ നമ്മൾ R0 is equal to h cross c divided by m. ഓക്കെ, h cross c divided by m നമ്മൾ യുക്കാവ ഫോർമുല കുറച്ച് മുൻപ് ഡിസ്കസ് ചെയ്തതാണ്. സോ R0 is equal to h cross c divided by m. h cross cയുടെ വാല്യൂ, ഓൾറൈറ്റ്, വി ക്യാൻ പുട്ട് ദ അപ്രോക്സിമേറ്റ് വാല്യൂ as 200. സോ ഡിവൈഡഡ് ബൈ 770 is the formula you have to remember. Okay, and that turns out to be 0.25 femtometer. So it's option C. It's 0.25 femtometer. Okay, option C is the correct answer. All right. അടുത്ത ചോദ്യം ഇതാണ്. The mean lifetime of the following decays are given by tau rho, tau pi and tau mu respectively. Alright, അപ്പോൾ ഇതിൽ താഴെ തന്നിരിക്കുന്നതിൽ ഏത് റിലേഷനാണ് ഈ മീൻ ലൈഫ് ടൈം സാറ്റിസ്ഫൈ ചെയ്യുന്നതെന്ന് നോക്കുക. ഓൾറൈറ്റ്, അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ഏത് തരം ഇൻട്രാക്ഷൻ ആണ് എന്നനുസരിച്ച് ഡീകേ ടൈമിലും മാറ്റം ഉണ്ടാകും. ഓക്കെ, ഏറ്റവും ഷോർട്ട് ടൈമിൽ ഡീകേ ചെയ്യുകയാണെങ്കിൽ അത് സ്ട്രോങ് ഇൻട്രാക്ഷൻ ആണ്. സോ സ്ട്രോങ് ഇൻട്രാക്ഷൻ ആണെങ്കിൽ ഇറ്റ്സ് around 10⁻⁻23 second. Okay, electromagnetic ആണെങ്കിൽ it's around 10⁻⁻20 second, and weak it's around 10⁻⁻11 second. Alright, അപ്പോൾ ഇത് ഈ ചോദ്യത്തിൻ്റെ മീനിങ് ഇതാണ്. ആക്ച്വലി ഈ തന്നിരിക്കുന്ന ഇൻട്രാക്ഷൻ ഏത് തരം ഇൻട്രാക്ഷൻ ആണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, സ്ട്രോങ് ആണോ, വീക്ക് ആണോ, ഇലക്ട്രോമാഗ്നറ്റിക് ആണോ? ഓക്കെ, അതറിയാമെങ്കിൽ നമുക്കറിയാം ഏറ്റവും ഫാസ്റ്റായിട്ട് നടക്കുന്ന സ്ട്രോങ് ഇൻട്രാക്ഷൻ ആയിരിക്കും. അപ്പോൾ അത് നമുക്ക് ആദ്യത്തെ ഇൻട്രാക്ഷൻ നോക്കാം. ρ0 goes to pi plus plus pi minus. ഓൾറൈറ്റ്, അപ്പോൾ ഇത് എന്ത് തരം ഇൻട്രാക്ഷനാണ്? ρ0 goes to pi plus plus pi minus. ഓക്കെ, സോ യു ക്യാൻ ചെക്ക്, നമ്മൾ നേരത്തെ ചെക്ക് ചെയ്യാറുള്ള പോലെ നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ വിൽ സീ ദാറ്റ് ഇറ്റ്സ് എ സ്ട്രോങ് ഇൻട്രാക്ഷൻ. ഓൾറൈറ്റ്, യു ക്യാൻ ഇത് എങ്ങനെയാണ് ഏത് തരം ഇൻട്രാക്ഷനാണ് എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാം
നമ്മൾ മുൻപ് കണ്ടിട്ടുള്ളതാണ്. ഇറ്റ് ടേൺസ് ഔട്ട് ദാറ്റ് ദിസ് ഇസ് എ സ്ട്രോങ് ഇൻട്രാക്ഷൻ. ഓൾറൈറ്റ്. Okay, because none of the conservation laws are violated here. Okay, you can check that. Alright, so this turns out to be a strong interaction, and clearly the second interaction involves gamma. Okay, so this is electromagnetic. The fourth interaction involves neutrino, and clearly this has to be weak interaction. Alright, ഇനി നമ്മൾ ഇത് സ്ട്രോങ് ഇൻട്രാക്ഷൻ ആണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി സമയം ചെലവഴിക്കുന്നില്ല എന്ന് കരുതുക. ഓൾറൈറ്റ്, ബട്ട് ദിസ് ഇസ് ക്ലിയർലി ഇലക്ട്രോമാഗ്നറ്റിക് ആൻഡ് ദിസ് ഇസ് ക്ലിയർലി weak. Alright, so from here we know that tau pi is less than tau mu. Tau pi is less than tau mu. കാരണം വീക്ക് ഇൻട്രാക്ഷൻ ആണ് ഏറ്റവും കുറവ് സമയം എടുക്കുന്നത്. ഓക്കെ, സോ tau pi ലെസ് ദാൻ tau mu എന്ന് തന്നെയല്ലേ ഉള്ളത്. tau pi ലെസ് ദാൻ tau mu ആയിട്ട് ഏതൊക്കെ ഓപ്ഷൻസ് ഉള്ളത്? tau pi less than tau mu. In case tau pi seems to be less than tau mu, so this we cannot really determine. Okay, so we have to find whether this is a strong interaction or a weak interaction. Right, we have to find whether this is a strong interaction or a weak interaction. All right, but anyway we can make a guess here, and it has to be option C. You see, tau pi is less than tau mu, so you can clearly see that ഇത് മൂന്ന് തരം ഇൻട്രാക്ഷൻ ആണെന്നുള്ളത് ഈ ഓപ്ഷൻസിൽ നിന്ന് ക്ലിയർ ആണ്. ഓക്കെ, കാരണം tau pi ലെസ് ദാൻ ടോറോ ലെസ് ദാൻ tau mu എല്ലാം ഡിഫറെൻറ്റ് ടൈംസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഓൾറൈറ്റ്, അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കിയത് ഡിഫറെൻറ്റ് സോർട്സ് ഓഫ് ഇൻട്രാക്ഷൻ ആണെന്നുള്ളത്. സോ ഇഫ് ദിസ് ഇസ് ഇലക്ട്രോമാഗ്നറ്റിക് ആൻഡ് ദിസ് ഇസ് weak, then obviously this has to be a strong interaction. That's just a guess, but you have to try. All right, so you try this, you check, you know how to check what kind of interaction these are. I want you to do that as an exercise. Check what kind of interaction this is. All right, or show that, check that this is an electromagnetic interaction. Okay, so it's option C. Our guess was right. A particle which is a composite state of 3 quarks U, D and S has electric charge, spin and strangeness respectively equal to. അപ്പോൾ ഇത് തന്നിരിക്കുന്നത് കോമ്പസിറ്റ് സ്റ്റേറ്റ് ഓഫ് 3 quarks U, D and S. റൈറ്റ്, അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഇലക്ട്രിക് ചാർജ്, സ്പിന്നും സ്ട്രേഞ്ച്നെസ്സും എന്തൊക്കെയാണ് എന്നാണ് ചോദ്യം. ഓക്കെ, നമുക്കിത് UDS പ്രോപ്പർട്ടീസ് എല്ലാം എഴുതി നമുക്ക് കൂട്ടി നോക്കാം. ഓക്കെ, ഇപ്പോൾ UDS നമുക്ക് ആദ്യം ചാർജ് നോക്കാം. യുവിൻ്റെ ചാർജ് +2/3, ഡിയുടേത് -1/3, എസിൻ്റേത് -1/3. അപ്പോൾ ഇത് ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ ചാർജ് 0. സോ ടോട്ടൽ ചാർജ് ഹാസ് ടു ബി ക്ലിയർലി 0. ദർ ആർ 2 ഓപ്ഷൻസ്, ഇറ്റ്സ് എയ്തർ B or C. ഓക്കെ, നമുക്ക് സ്പിൻ നോക്കാം. സ്പിൻ നമുക്ക് ഇത് ഹാഫ് സ്പിന്നാണ്, ഇത് ഹാഫ് സ്പിന്നാണ്, ഇത് ഹാഫ് സ്പിന്നാണ്. അപ്പോൾ ആദ്യം നമ്മൾ 2 ഹാഫ് സ്പിൻ എടുക്കുക. സോ ദർ ആർ 2 പോസിബിലിറ്റീസ്, 0 and 1. Okay, and then you include the other half spin. So from here you will see that there is one chance it could be half. From here you see that it could be half or 3/2. All right, so finally the spin could be half or 3/2. Spin could be half or 3/2. Strangeness കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. U and D have strangeness 0 and S has strangeness -1. Okay, S has strangeness -1. So total strangeness is -1. All right, total strangeness is -1. So we have got an option here, 0, half and -1. All right, this is the correct option. Option C is the correct answer. Okay, all right, so we'll do one last problem. This is just for you to practice your skills with the 4 vectors. Okay, 4 vectors ഉപയോഗിച്ച് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്തു. ആ സ്കിൽസ് ഒന്ന് തേച്ച് മിനുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു എക്സസൈസ് പ്രോബ്ലം ആണിത്. Okay, that will be our last problem of this course. Okay, a pion at rest decays into a muon and a neutrino. Find the energy, momentum and speed of the outgoing muon. അപ്പോൾ ഇത്തരം പ്രോബ്ലംസ് ചോദിക്കുകയാണ്. ഇതിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഫൈൻഡ് ദ എനർജി, മൊമെൻറ്റം ആൻഡ് സ്പീഡ് ഓഫ് ദ ഔട്ട്ഗോയിങ് muon ഇൻ ടേംസ് ഓഫ് ദ 2 masses m pi and m mu. ഓക്കെ, ഇവിടെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഈ പയോൺ ഇനീഷ്യലി അറ്റ് റെസ്റ്റിലാണ്. ഓക്കെ, സോ മൊമെൻറ്റം കൺസർവേഷൻ സേസ് ദാറ്റ് p pi vector is equal to 0. All right, this means that p mu vector plus p nu vector is equal to 0, or p mu vector, this is just momentum conservation, okay, is equal to minus p nu vector. ഇത് വളരെ ഒബ്വിയസ് ആയിട്ടുള്ള കാര്യമാണ്. or modulus of p mu vector is equal to modulus of p nu vector.
അതായത് നമുക്ക് മൊമെൻറ്റം കണ്ടുപിടിക്കുമ്പോൾ ഈ എന്താണ് ന്യൂട്രിനോയുടെ മൊമെൻറ്റം കണ്ടുപിടിച്ചാൽ യു ഓൾസോ ഗെറ്റ് ദ മൊമെൻറ്റം ഓഫ് ദ മ്യൂൺ. ഓക്കെ, ന്യൂട്രിനോയുടെ മൊമെൻറ്റം കണ്ടുപിടിച്ച മ്യൂണിൻ്റെ മൊമെൻറ്റവും നമുക്ക് കിട്ടും. ഓൾറൈറ്റ്, ഓക്കെ. ഫൈൻഡ് ദ എനർജി, മൊമെൻറ്റം ആൻഡ് സ്പീഡ് ഓഫ് ദ ഔട്ട് ഗോയിങ് മ്യൂൺ. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ നമുക്ക് ഈ 4 മൊമെൻറ്റം കൺസേർഷൻ എഴുതാം. 4 മൊമെൻറ്റം കൺസേർഷൻ എഴുതുകയാണെങ്കിൽ വി സീ ദാറ്റ് പി പൈ, ഓക്കെ, പി പൈ ഈസ് ഈക്വൽ ടു പി മ്യൂ പ്ലസ് പി ന്യൂ. പി പൈ ഈസ് ഈക്വൽ ടു പി മ്യൂ പ്ലസ് പി ന്യൂ. ഇനി നമ്മുടെ പയോൺ എന്ന് പറയുന്നത് ഇനീഷ്യലി റെസ്റ്റിലാണെന്ന് പറഞ്ഞു അല്ലേ. പയോൺ എന്ന് പറയുന്നത് ഇനീഷ്യലി റെസ്റ്റിലാണെന്ന് പറഞ്ഞു. അതായത് പി പൈ വെക്റ്റർ ഇസ് ഈക്വൽ ടു 0. റൈറ്റ്, അപ്പോൾ നമ്മൾ നേരത്തെ പ്രോബ്ലത്തിൽ ചെയ്ത പോലെ ഈ പി പൈ വെക്റ്റർ ഇസ് ഈക്വൽ ടു 0 എന്നുള്ള ഫാക്റ്റ് നമുക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ളൊരു മൊമെൻറ്റം ടേമിനെ ഒഴിവാക്കാൻ വേണ്ടി ഉപയോഗിക്കാം. അൺവാണ്ടഡ് ആയിട്ടുള്ള മൊമെൻറ്റം ടേമിനെ ഒഴിവാക്കാൻ വേണ്ടി ഉപയോഗിക്കാം. റൈറ്റ്, ഓക്കെ. സോ ലെറ്റ്സ് സീ ഹൗ വി ഡു ദാറ്റ്. റൈറ്റ്, അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് പി ന്യൂ is equal to p pi minus p mu. Alright, ഇവിടെ p nu is equal to p pi minus p mu. Alright, ഇനി ന്യൂട്രിനോ മാസ്ലെസ് ആയിട്ടാണ് ഇവിടെ എടുക്കുന്നത്. If you square on both sides, you see that p nu square is equal to p pi square plus p mu square minus 2 p pi dot p mu. ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ഡോട്ട് പ്രോഡക്റ്റ് എടുത്തു കഴിയുമ്പോൾ നമുക്ക് p mu vector will disappear from our expression. Okay, that's one of the things that we want. ഇനി പി ന്യൂ സ്ക്വയർ 0 ആണ്, പി പൈ സ്ക്വയർ എന്ന് പറയുന്നത് എം പൈ സ്ക്വയർ ആണ്, പി മ്യൂ സ്ക്വയർ എന്ന് പറയുന്നത് എം മ്യൂ സ്ക്വയർ ആണ്. നമുക്ക് പി പൈ ഡോട്ട് പി മ്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. ഇത് രണ്ട് 4 വെക്ടേഴ്സിൻ്റെ സ്കേലാർ പ്രോഡക്റ്റ് ആണ്, പി പൈ ഡോട്ട് പി മ്യൂ. ഓക്കെ, സോ പി പൈ എന്ന് പറയുന്നത് അതിൻ്റെ കോമ്പോണൻറ്റ്സ് നമ്മൾ സി ഈക്വൽ ടു 1 തന്നെയാണ് എടുക്കുന്നത്. സോ ഇ പൈ കൊമ പി പൈ വെക്റ്റർ. ഓക്കെ, ഇതാണ് ഈ 4 മൊമെൻറ്റത്തിൻ്റെ കോമ്പോണൻറ്റ്സ്. പയോണിൻ്റെ 4 മൊമെൻറ്റത്തിൻ്റെ കോമ്പോണൻറ്റ്സ് ആണ്, ബിക്കോസ് വി ആർ ടേക്കിംഗ് സി ഈക്വൽ ടു 1. ഓക്കെ, അതുപോലെ ഇതിൻ്റെ ഇ മ്യൂ, ഇറ്റ് ഷുഡ് ബി എ മ്യൂ ഹിയർ, ഇ മ്യൂ കൊമ പി മ്യൂ. ഓൾറൈറ്റ്, അപ്പോൾ ഈ സ്കെയിലർ ഇനി നമുക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽസ് അറിയാം. കാരണം വി നോ ദാറ്റ് ദ പയോൺ ഈസ് അറ്റ് റെസ്റ്റ്, വിച്ച് മീൻസ് ദാറ്റ് ഓൾ ദ എനർജി ഈസ് റെസ്റ്റ് എനർജി. സോ ദിസ് ഈക്വൽ ടു എം പൈ കൊമ ആൻഡ് പി പൈ വെക്ടർ ഇസ് 0. ഓൾറൈറ്റ്, this information is known, and here we have got e mu and p mu vector. Okay, നമ്മൾ നോക്കുക, one of the things that we need to find is the energy of the muon. Okay, energy of the muon. Okay, അപ്പോൾ മ്യൂണിൻ്റെ എനർജി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളിത് ഈ രീതിയിൽ കമ്പൈൻ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് ഈ നമ്മുടെ ഫോർമുലേഷനിൽ നിന്ന് മൊമെൻറ്റം ഓഫ് ദ മ്യൂൺ എന്നുള്ള ടേം ഡിസപ്പിയർ ചെയ്യും. മൊമെൻറ്റം ഓഫ് ദ മ്യൂൺ എന്നുള്ള ടേം ഡിസപ്പിയർ ചെയ്യും. റൈറ്റ്, സോ ഇഫ് യു ടേക്ക് ദ സ്ക്വയർ ഓഫ് ദിസ് so p pi dot p mu, that's equal to e mu multiplied by m pi minus 0. Right, so you can substitute that here. Okay, and you get this equation. 0 is equal to, this is 0 is equal to m pi square plus m mu square minus m pi e mu minus 2 m pi e mu. There's a 2 here also. Okay, so it's minus 2 m pi e mu. Alright, so from here we can easily solve for e mu, കാരണം ബാക്കിയെല്ലാം ഇവിടെ മാസ്സാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഈ 4 വെക്ടേഴ്സിനെ ബുദ്ധിപൂർവ്വം ഒരുമിച്ച് വെച്ചതിലൂടെ ഇ മ്യൂ എന്നുള്ള ടേമിനെ മാത്രം ബാക്കി ഇ മ്യൂ മാത്രം ഉള്ളൊരു ഇക്വേഷൻ എത്തി. ഇ മ്യൂവും ബാക്കിയെല്ലാം മാസസ് ഉള്ളൊരു ഇക്വേഷനിലെത്തി. ഓക്കെ, സോ യു ക്യാൻ സോൾവ് ദിസ് ആൻഡ് യു സീ ദാറ്റ് ഇ മ്യൂ ഇസ് ഈക്വൽ ടു എം പൈ സ്ക്വയർ പ്ലസ് എം മ്യൂ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 എം പൈ. റൈറ്റ്, അപ്പോൾ ഇനീഷ്യൽ പാർട്ടിക്കിൾസിൻ്റെ മാസിൻ്റെ ടേംസിൽ നമുക്ക് ഔട്ട് ഗോയിങ് മ്യൂണിൻ്റെ എനർജി കിട്ടി. ദാറ്റ്സ് ക്വൈറ്റ് സിമ്പിൾ. ഓക്കെ, ഔട്ട് ഗോയിങ് മ്യൂണിൻ്റെ എനർജി ഇനീഷ്യൽ പാർട്ടിക്കിൾസിൻ്റെ മാസിൻ്റെ ടേംസിൽ കിട്ടി. ഓക്കെ, ഇനി നമ്മളിത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ സി എന്നുള്ള ഫാക്ടർ ഇവിടെ നമുക്ക് കിട്ടുന്നത് ഇ മ്യൂ ഇസ് ഈക്വൽ ടു എം പൈ സ്ക്വയർ പ്ലസ് എം മ്യൂ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 എം പൈ എന്നാണ്. റൈറ്റ്, ഇത് നമ്മൾ സി ഈക്വൽ ടു 1 എന്നുള്ള യൂണിറ്റിലെടുത്താണ്. അപ്പോൾ സി ഈക്വൽ ടു 1 എന്നുള്ള യൂണിറ്റ് സിസ്റ്റത്തിൽ എനർജിക്കും മാസിനും സെയിം യൂണിറ്റാണ്. റൈറ്റ്, അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ന്യൂമറേറ്ററിൽ എം സ്ക്വയർ, ദർസ് എ ടേം വിച്ച് ഈസ് ലൈക്ക് എം സ്ക്വയർ, ഡിനോമിനേറ്ററിൽ ദർസ് എം. സോ ടോട്ടലി ദിസ് ഹാസ് ദ ഡയമെൻഷൻസ് ഓഫ് മാസ്. റൈറ്റ്, ബട്ട് ഇനി നമ്മൾ കറക്റ്റ് കാൽക്കുലേഷനിലേക്ക് എത്തണമെങ്കിൽ ഇതിൻ്റെ യൂണിറ്റ്സ് നമ്മുടെ പഴയ SI യൂണിറ്റ്സിലേക്ക് ഉണ്ടാക്കണം. സോ ഫോർ ദാറ്റ് യു മൾട്ടിപ്ലൈഡ് ബൈ സി സ്ക്വയർ. കാരണം എം എന്നുള്ള മാസ് ഉണ്ടെങ്കിൽ യു നോ ഹൗ ടു കൺവേർട്ട് ഇറ്റ് ഇൻ ടു എനർജി, ജസ്റ്റ് മൾട്ടിപ്ലൈ ബൈ സി സ്ക്വയർ. സോ ഇറ്റ്സ് വെരി ഈസി ടു റീഇൻട്രൊഡ്യൂസ് ദിസ് ഫാക്ടർ ഓഫ് സി. ഓക്കെ, അതാണ് ഇവിടെ സി സ്ക്വയർ റീഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. സോ ദിസ് ഇസ് വൺ ആൻസർ. ഓൾറൈറ്റ്, ഓക്കെ, ഇനി അടുത്തത് വാട്ട്സ് ദ മൊമെൻറ്റം
of this muon. What's the momentum of this muon? ഈ മ്യൂണിൻ്റെ മൊമെൻറ്റം നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ കഴിയും എന്നുള്ളതാണ്. ഓക്കെ, മ്യൂണിൻ്റെ മൊമെൻറ്റം നമുക്ക് ഈ രീതിയിൽ കമ്പൈൻ ചെയ്യും. മ്യൂണിൻ്റെ മൊമെൻറ്റം കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ഇക്വേഷൻസിൽ നിന്ന് ഒഴിവായി പോകണം. സോ വിൽ ഹാവ് ടു കമ്പൈൻ ഇറ്റ് ഇൻ എ സ്ലൈറ്റ്ലി ഡിഫറെൻറ്റ് വേ ആൻഡ് സീ ഹൗ ഇറ്റ് വർക്ക്സ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് വി ടേക്ക് പി മ്യൂ ഇസ് ഈക്വൽ ടു പി പൈ മൈനസ് പി ന്യൂ. വി ടേക്ക് പി മ്യൂ ഇസ് ഈക്വൽ ടു പി പൈ മൈനസ് പി ന്യൂ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് വി ആർ ഗോയിങ് ടു യൂസ് ദ ഫാക്ട് ദാറ്റ് മൊമെൻറ്റം ഓഫ് പി മ്യൂ ഓർ പി മ്യൂ വെക്ടർ ഇസ് ഈക്വൽ ടു പി ന്യൂ വെക്ടർ. ഈ ഒരു കാര്യമാണ് നമ്മളിവിടെ ഉപയോഗിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ പി മ്യൂ ഇസ് ഈക്വൽ ടു പി പൈ മൈനസ് പി ന്യൂ. നമ്മളിത് വീണ്ടും സ്ക്വയർ ചെയ്യുകയാണ്. എം മ്യൂ സ്ക്വയർ ഇസ് ഈക്വൽ ടു എം പൈ സ്ക്വയർ മൈനസ് 2 എം പൈ ഇ ന്യൂ. ഓക്കെ, കാരണം ഇത് ജസ്റ്റ് വീണ്ടും സ്ക്വയർ ചെയ്യുകയാണെങ്കിൽ പി മ്യൂ സ്ക്വയർ സിംപ്ലി എം മ്യൂ സ്ക്വയർ ദാറ്റ്സ് ഈക്വൽ ടു എം പൈ സ്ക്വയർ പ്ലസ് എം ന്യൂ സ്ക്വയർ. വാട്ട്സ് എം ന്യൂ സ്ക്വയർ? ദാറ്റ്സ് 0 ബിക്കോസ് വി ആർ ടോക്കിംഗ് അബൌട്ട് എ ന്യൂട്രോൺ വിച്ച് ഇസ് മാസ്ലെസ്. ഈ പ്രോബ്ലത്തിൽ ന്യൂട്രോൺസിനെ മാസ്ലെസ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. മൈനസ് 2 പി പൈ ഡോട്ട് പി ന്യൂ. Okay, again this is our favorite part. This is the scalar product of two 4 vectors. Let's find p pi dot p nu, that's equal to p pi യുടെ എനർജി. ഓക്കെ, എൻ്റെ 4 മൊമെൻറ്റത്തിൻ്റെ 0th കോമ്പൗണ്ട് പറയുന്ന എനർജിയാണ്. ദാറ്റ് സിംപ്ലി എം പൈ ബിക്കോസ് ഇറ്റ് ഈസ് ഇനീഷ്യലി അറ്റ് റെസ്റ്റ്. ഓക്കെ, 0 ആൻഡ് പി ന്യൂ. ഓക്കെ, ഇവിടെ ഇത് മാസ്ലെസ് പാർട്ടിക്കിളാണ്. ലെറ്റ്സ് ജസ്റ്റ് റൈറ്റ് എസ് ഇ ന്യൂ പി ന്യൂ വെക്ടർ. ഓക്കെ, ഇത് കമ്പൈൻ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മൾ ജസ്റ്റ് കമ്പൈൻ ചെയ്യുമ്പോൾ വി സീ ദാറ്റ് അഗെയിൻ ദിസ് പി ന്യൂ വെക്ടർ goes away. This p nu vector goes away and you get m mu square is equal to m pi square minus 2 m pi e nu. What do we do now? Okay, what do we do now? Right, അപ്പോൾ ഇവിടെയാണ് നമ്മൾ വേറൊരു കാര്യം ഉപയോഗിക്കുന്നത്. For massless particle E is equal to pc. Right, E is equal to pc. അത് e square is equal to p square c square plus m square c raised to 4 എന്ന ഫോർമുല നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ m 0 ഇട്ട് കൊടുക്കുകയാണെങ്കിൽ you will see that E is equal to p. Okay, for E is equal to pc. For massless particle, if c is equal to 1, you can simply write E is equal to p. അതായത് ഒരു മാസ്ലെസ് പാർട്ടിക്കിളിൻ്റെ എനർജിയുടെ കോൺട്രിബ്യൂഷൻ മുഴുവൻ മാസിൽ നിന്നുള്ള കോൺട്രിബ്യൂഷൻ 0 ആണല്ലേ. ഓൾ ദ എനർജി കംസ് ഫ്രം ദ മൊമെൻറ്റം. ഓക്കെ, സോ ദിസ് യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് മോഡുലസ് ഓഫ് പി ന്യൂ. ഓൾറൈറ്റ്, സോ അതാണ് നമ്മളിവിടെ എഴുതുന്നത്. സോ ദിസ് യു ക്യാൻ റൈറ്റ് ആസ് m mu square is equal to m pi square minus 2 m pi, and this is simply modulus of p nu. Okay, and modulus of p nu we already know that it's equal to modulus of p mu by momentum conservation. All right, because we are analyzing this from the center of mass frame. So modulus of p nu vector is also equal to modulus of p mu vector. You can write this as modulus of p mu vector. Now you just now you just solve for p mu. Every other term is a mass term here. All right, so you just you just solve for modulus of p mu and you get m pi square minus m mu square divided by 2 m pi multiplied by c. This c I have introduced in the final step. നമ്മൾ ആദ്യം c equal to 1 ആണ് എടുത്ത് കാൽക്കുലേഷൻ്റെ എളുപ്പത്തിന് വേണ്ടി. Finally you can easily reintroduce because this is m square divided by m. This thing has a dimension of mass. Okay, so we know that momentum has dimension of mass times velocity. Okay, so introduce the velocity term in terms of this c. C has the dimensions of velocity. So that's why we multiply by c. Okay, so we have found the energy and momentum of the outgoing muon in terms of the masses of the initial particles. Alright, just നമുക്ക് ഫോർ മൊമെൻറ്റം കൺസർവേഷൻ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ട് റീഅറേഞ്ച് ചെയ്ത് കുറച്ച് ബേസിക് ഇക്വേഷൻസ് നമ്മൾ ഉപയോഗിക്കുകയാണ് ചെയ്തത്. ഓൾറൈറ്റ്, ഇത് ജസ്റ്റ് ഈ ഒരു കാര്യം ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്. അതുപോലെ സി എന്നുള്ള ഫാക്ടർ റീഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യം എങ്ങനെ, ഇറ്റ്സ് ക്വൈറ്റ് സിമ്പിൾ ടു റീഇൻട്രൊഡ്യൂസ് ദ ഫാക്ടർ സി അറ്റ് ദ എൻഡ് ഓഫ് ദ കാൽക്കുലേഷൻ. ഓക്കെ, ഇനി വേറൊരു പ്രധാനപ്പെട്ട റിലേഷനും കൂടെ ഉണ്ട്. വി നീഡ് ടു ഫൈൻഡ് ദ സ്പീഡ് ഓഫ് ദ മ്യൂൺ. ഓക്കെ, എനർജി കണ്ടുപിടിച്ചു, മൊമെൻറ്റം കണ്ടുപിടിച്ചു, ഇനി സ്പീഡ് കണ്ടുപിടിക്കണം. സ്പീഡ് കണ്ടുപിടിക്കാൻ നമുക്കിത് ഈ ഒരു കാര്യം ഉപയോഗിക്കാം. കാരണം ക്യാൻ വി ഫൈൻഡ് ദ സ്പീഡ് ഫ്രം ദ മൊമെൻറ്റം ആൻഡ് എനർജി? ക്യാൻ വി ഫൈൻഡ് ദ സ്പീഡ് ഫ്രം ദ മൊമെൻറ്റം ആൻഡ് എനർജി? ക്ലിയർലി വി ക്യാൻ, because you see that P is equal to gamma mv and E is equal to gamma mc square. Alright, so you see that P divided by E is equal to gamma mv by gamma c square, that's V vector by c square, or V vector is equal to P vector c square divided by E.
Alright, we have got V vector is equal to PC square divided by E. This is an important relation. ഇത് ഡയറക്റ്റ് ആയിട്ട് ഒരു ചോദ്യമായിട്ട് തന്നെ ചോദിക്കാവുന്നതാണ്. റിലേഷൻ അല്ല, മൊമെൻറ്റും എനർജി എന്നുണ്ട് അതിൻ്റെ വെലോസിറ്റി എന്താണെന്ന്. ഓക്കെ, ഗാമ ഫാക്ടർ സോൾവ് ചെയ്തൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഡു PC square divided by E. ഓക്കെ, അതിവിടെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് P ഉണ്ട്, C square P ഉണ്ട്, E ഉണ്ട്. ജസ്റ്റ് മൾട്ടിപ്ലൈ ബൈ C square ഡിവൈഡ് ബൈ E ആൻഡ് ദ ഫൈനൽ ആൻസർ വിൽ ബി V mu is equal to m pi square minus m mu square divided by m pi square plus m mu square. ഓക്കെ, ഇപ്പോൾ ഈ അവസാനത്തെ പ്രോബ്ലം നമ്മൾ ഈ 4 വെക്ടറിൻ്റെ കുറച്ച് ആ ഒരു മാനിപ്പുലേഷൻ ഒന്നുകൂടെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ സി എന്നുള്ള ഫാക്ടർ എങ്ങനെ അവസാനം റീഇൻട്രൊഡ്യൂസ് ചെയ്യാം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ പ്രധാനമായിട്ടും ഐ വോണ്ട് യു ടു റിമെമ്പർ ദിസ് ഫോർമുല. ഓക്കെ, യു മേ ഗെറ്റ് ലക്കി and maybe they will ask a problem where the momentum and the energy are given and you are supposed to find the velocity. In that case you can use this. All right, so with that we'll wind up our course on particle physics. Okay, and I wish you all the best for your examinations. Thank you.